ഹരി ഓം ഹരി ഓം ഹരി ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ तं സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം तं വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗാ പ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവതം അഷ്ടമസ്കന്ധം 6-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് രാവിലെ കാണാൻ ആരംഭിച്ചത്. പാലാഴി മദനം കഥ തുടരുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ ദേവന്മാർ ബ്രഹ്മാവിന്റെ നേതൃത്വത്തിൽ ഭഗവാനെ ചെന്ന് സ്തുതിച്ചതും ഈ അധ്യായത്തിൽ അതിനെ തുടർന്ന് ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായതും ദേവന്മാർക്കൊന്നും സഹസ്രാദിത്യ സംകാശനായിരിക്കുന്ന ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. ബ്രഹ്മദേവനും മഹാദേവനും മാത്രം കണ്ടു. ആ രൂപത്തെ വർണ്ണിച്ചുകൊണ്ടും ഭഗവാനോടുള്ള പ്രാർത്ഥനകൾ ആ ബ്രഹ്മദേവൻ സമർപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ശ്ലോകം കൂടി അതിൽ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് ആ ഭഗവാൻ ദേവന്മാർക്കുള്ളതായിട്ടുള്ള അനുഗ്രഹം അത് നിർദ്ദേശ രൂപത്തിൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം ദേവന്മാര് അസുരന്മാരുമായി സന്ധി ചെയ്യുന്നതും പാലാഴി മദനത്തിനായി മന്ദരപർവ്വതത്തെ കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം. നമുക്ക് എത്രത്തോളം ഇന്ന് എത്താൻ പറ്റുമോ നോക്കാം. ആദ്യം പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ് ഭാഗവതേ അഷ്ടമസ്കന്ധേ ഷഷ്ഠോധ്യായഃ. ശ്രീശുക ഉവാച. ഏവം സ്തുതഃ സുരഗണൈഃ ഭഗവാൻ ഹരിരീശ്വരഃ തേഷാം ആവിരഭൂദ്രാജൻ സഹസ്രാർക്കോദയദ്യുതിഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തേനൈവ മഹസാ സർവേ ദേവാ പ്രതിഹതേക്ഷണാഃ. നാപശ്യൻ ഖം ദിശക്ഷോണിം ആത്മാനം ച കുതോ വിഭും. വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട്വാ സഹ ശർവേണ താം തനും. സ്വച്ഛാം മരതകശ്യാമാം കഞ്ചഗർഭാരുണേക്ഷണാം. തപ്തഹേമാവഗാതേന ലസത്കൗശേയവാസസാ. പ്രസന്നചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം. മഹാമണികിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം. കർണാഭരണ നിർഭാതകപോലശ്രീമുഖാംബുജാം. കാഞ്ചീകലാപവലയഹാരനൂപുരശോഭിതാം. കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതീം വനമാലിനീം. സുദർശനാഭിസ്വാസ്ത്രൈർമൂർത്തിമദ്ഭിർ ഉപാസിതാം. തുഷ്ടാവദേവ പ്രവരഃ സ ശർവഃ പുരുഷം പരം. സർവാമരഗണൈഃ സാകം സർവാംഗൈർ അവനിം ഗതൈഃ. ബ്രഹ്മോവാച. അജാതജന്മസ്ഥിതി സംയമായ അഗുണായ നിർവാണസുഖാർണവായ അനോരണിംനേ അപരിഗണ്യധാംനേ മഹാനുഭാവായ നമോ നമസ്തേ. രൂപം തവൈതത്പുരുഷർഷഭേജ്യം ശ്രേയോർത്തിഭിർവൈദികതാന്ത്രികേണ യോഗേന ദാതഃ സഹനസ്ത്രിലോകാൻ. പശ്യാമ്യമുഷ്മിൻ മുഹ വിശ്വമൂർത്തൗ. ത്വയി അഗ്ര ആസീത് ത്വയി മധ്യ ആസീത് ത്വയി അന്ത ആസീത് ഇദമാത്മതന്ത്രേ. ത്വമാദിരന്തോ ജഗതോസ്യ മധ്യം ഘടസ്യ മൃത്സ്നേവ പരഃ പരസ്മാത്. ത്വം മായയാത്മാശ്രയയാ സ്വയേദം നിർമായ വിശ്വം തദനുപ്രവിഷ്ടഃ. പശ്യന്തി യുക്താ മനസാ മനീഷിണോ ഗുണവ്യവായേവി അഗുണം വിപശ്ചിതഃ.
യഥാഗ്നിമേതസ്യമൃതം ചകോഷു ഭുവ്യന്നമംബു ഉദ്യമനേ ച വൃത്തിം യോഗൈർമനുഷ്യ അധിയന്തി ഹി ത്വാം ഗുണേഷു ബുദ്ധ്യാ കവയോ വദന്തി തം ത്വാം വയം നാദ സമുജ്ജിഹാനം സരോജനാഭ അതിചിരേപ്സിതാർത്ഥം ദൃഷ്ട്വാ ഗദാ നിർവൃതിമദ്യ സർവേ ഗജാദവാർത്ത ഇവ ഗാംഗമംബഃ സത്വം വിദൽസ്വാകില ലോകപാലാ വയം യദർത്ഥാസ്തവ പാദമൂലം സമാഗതാസ്തേ ബഹിരന്തരാത്മൻ കിം വാന്യവിജ്ഞാപ്യമശേഷ സാക്ഷിണഃ അഹം ഗിരിത്രശ്ച സുരാദയോ യേ ദക്ഷാദയോ അഗ്നേരിവ കേതവസ്തേ കിം വാ വിദാമേശ പൃഥഗ് വിഭാത വിദൽ സ്വശം നോ ദ്വിജദേവമന്ത്രം. ശ്രീശുക ഉവാച ഏവം വിരിഞ്ചാദിവിരീഡിതസ്തദ്വിജ്ഞായ തേഷാം ഹൃദയം തഥൈവ ജഗാദജീമൂതഗഭീരയാ ഗിരാ ബദ്ധാഞ്ജലീം സംവൃത സർവകാരകാൻ. ഏക ഏവേശ്വരസ്തസ്മിൻ സുരകാര്യേ സുരേശ്വരഃ വിഹർത്തുകാമസ്ഥാനാഃ സമുദ്രോന്മഥനാദിഭിഃ. ശ്രീഭഗവാനുവാച ഹന്ത ബ്രഹ്മൻ അഹോരം ശംഭോ ഹേ ദേവാ മമ ഭാഷിതം ശൃണുതാവഹിതാ സർവേ ശ്രേയോ വസ്യാദ് യദാസുരാഃ. യാത ദാനവദൈതേയൈസ്താവത് സന്ധിർവിധീയതാം കാലേനാനുഗൃഹീതൈസ്തൈഃ യാവദ്വോ ഭവ ആത്മനഃ. അരയോഭിഃ സന്ധേയാഃ സതി കാര്യാർത്ഥ ഗൗരവേ അഹിമൂഷകവദ്ദേവാ ഹ്യർത്ഥസ്യ പദവീം ഗതൈഃ. അമൃതോത്പാദനേ യത്നഃ ക്രിയതാം അവിളംബിതം യസ്യ പീതസ്യ വൈ ജന്തുഃ മൃത്യുഗ്രസ്തോ അമരോ ഭവേത്. ക്ഷിപ്ത്വാ ക്ഷീരോദതൗ സർവാവീരുതൃണലതൗഷധീഃ മന്ധാനം മന്ദരം കൃത്വാ നേത്രം കൃത്വാ തു വാസുകിം. സഹായേന മയാ ദേവാ നിർമന്ദദ്വം അതന്ത്രിതാഃ ക്ലേശഭാജാ ഭവിഷ്യന്തി ദൈത്യാ യൂയം ഫലഗ്രഹാഃ. യൂയം തദനുമോദദ്വം യദിച്ഛന്ത്യസുരാസുരാഃ ന സംരംഭേണ സിദ്ധ്യന്തി സർവേ അർത്ഥാഃ സാന്ദ്വയായതാ. ന ഭേദവ്യം കാളകൂടാദ് വിഷാദ് ജലധി സംഭവാദ് ലോഭകാര്യോ നവോ ജാതുഃ രോഷകാമസ്തു വസ്തുഷു. ശ്രീശുക ഉവാച ഇതി ദേവാൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമഃ തേഷാം അന്തർദധേ രാജൻ സ്വച്ഛന്ദഗതിരീശ്വരഃ. അദ തസ്മൈ ഭഗവതേ നമസ്കൃത്യ പിതാമഹഃ ഭവശ്ച ജഗ്മതു സ്വം സ്വം ദാമോപേയുർബലിം സുരാഃ. ദൃഷ്ട്വാരീനപ്യസംയത്താൻ ജാതക്ഷോഭാൻ സ്വനായകാൻ ന്യഷേദൈത്യരാജ് ശ്ലോക്യഃ സന്ധി വിഗ്രഹ കാലവിത്. തേ വൈരോജനീം ആസീനം ഗുപ്തം ച അസുരയൂഥഭൈഃ ശ്രിയാ പരമയാ ജുഷ്ടം ജിദാശേഷമുപാഗമन्. മഹേന്ദ്രഃ ശ്ലക്ഷ്ണയാ വാചാ സാന്ത്വയിത്വാ മഹാമതിഃ അഭ്യഭാഷത തത്സർവം ശിക്ഷിതം പുരുഷോത്തമാത്. തദരോചത ദൈത്യസ്യ തത്ര അന്യേ യേ അസുരാദിവാഃ ശംബരോ അരിഷ്ടനേമിശ്ച യേ ച ത്രിപുരവാസിനഃ. തതോ ദേവാസുരാഃ കൃത്വാ സംവിദം കൃതസൗഹൃദാഃ ഉദ്യമം പരമം ചക്രുഃ അമൃതാർത്ഥേ പരന്തപ. തതസ്തേ മന്ദരഗിരിം ഓജസോൽപാട്യ ദുർമദാഃ നദന്ത ഉദധിം നിന്യുഃ ശക്താ പരിഗബാഹവഃ. ദൂരപാരോദ്വഹ ശ്രാന്താഃ ശക്രവൈരോചനാദയഃ അപാരയന്തസ്തം വോഢും വിവശാ വിജഹുഃ പതി. നിപതൻ സഗിരിസ്തത്ര ബഹൂൻ അമരദാനവാൻ ചൂർണയാമാസ മഹദാഭാരേണ കനകാചലഃ. താംസ്തദാ ഭഗ്നമനസോ ഭഗ്നബാഹൂരു കന്ദരാൻ വിജ്ഞായ ഭഗവാൻ തത്ര ബഭൂവ ഗരുഡധ്വജഃ. ഗിരിപാദ വിനിഷ്പിഷ്ടാൻ വിലോക്യാമരദാനവാൻ ഈക്ഷയാ ജീവയാമാസ നിർജരാൻ നിർവ്രണാൻ യഥാ. ഗിരിം ചാരോപ്യ ഗരുഡേ ഹസ്തേനൈകേന ലീലയാ ആരുഹ്യ പ്രയയൗ അബ്ധിം സുരാസുരഗണൈർവൃതഃ.
അവരോപ്യ ഗിരിം സ്കന്ധാത് സുപർണഃ പദതാംബരഃ യയൗ ജലാന്ത ഉത്സൃജ്യ ഹരിണാസ വിസർജിതഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ അമൃതമദനേ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം, ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. നമ്മൾ ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 6-ാം അധ്യായമാണ് കാണുന്നത്. പാലാഴി മദനത്തിന്റെ പശ്ചാത്തലം. ഇപ്പോ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവനായ ഭഗവാൻ അവരുടെ മുമ്പിൽ സഹസ്രാർക്ക ഉദയദ്യുതിയായി ആവിർഭവിച്ചു എന്ന് കണ്ടു. ആ ഭഗവാന്റെ മഹസ് ദേവന്മാർക്കൊക്കെ കാണാൻ പറ്റാത്തൊരവസ്ഥയെ ഉണ്ടാക്കി. അവര് ആകാശവും ദിക്കുകളും ഭൂമിയും സ്വന്തം ശരീരങ്ങളെ പോലും കണ്ടില്ല. ആ ഒരവസ്ഥ വന്നു. അപ്പൊ പിന്നെ എങ്ങനെ ആ ഭഗവാനെ കാണാൻ കഴിയും എന്ന് ചോദിച്ചു. എന്നാൽ സർവനോടുകൂടിയ വിരിഞ്ചൻ ആ ഭഗവാനെ കണ്ട് ഭഗവാന്റെ ആ മൂർത്തി എങ്ങനെയുള്ളതായിരുന്നു? സ്വച്ഛവും മരകതശ്യാമവും കഞ്ചഗർഭാരുണേക്ഷണവും തപ്ത ഹേമാവതാദേന ലസത് കൗശേയവാസസാ പ്രസന്ന ചാരു സർവാംഗീം സുമുഖീം സുന്ദരഭ്രുവം മഹാമണി കിരീടേന കേയൂരാഭ്യാം ച ഭൂഷിതാം കർണാഭരണ നിർബാധ കപോലശ്രീ മുഖാംബുജാം കാഞ്ചീകലാപവലയ ഹാരനൂപുര ശോഭിതാം കൗസ്തുഭാഭരണാം ലക്ഷ്മീം ബിഭ്രതീം വനമാലിനീം സുദർശനാഭിസ്വാസ്ത്രൈർമൂർത്തിമദ്ഭിരുപാസിതാം. അങ്ങനെയുള്ള അതിഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ ആ വിശ്വരൂപം, വിരാട് രൂപം ദർശിച്ച് ആ ദേവപ്രവരനായ ബ്രഹ്മദേവൻ സർവനോടുകൂടെ ആ പരമപുരുഷനെ സ്തുതിച്ചു. ദേവന്മാരെല്ലാം ഭഗവാനെ നമസ്കരിച്ച് വീണ് കിടക്കുകയാണ്, ദണ്ഡനമസ്കാരം ചെയ്ത് കിടക്കുന്ന അവസ്ഥയിൽ ആ ഭഗവാനെ ജനന മരണരഹിതനായിരിക്കുന്നവനും നിർവാണ സുഖസ്വരൂപനും നിർഗുണനുമായിരിക്കുന്ന അണുവിലും അണുവും മഹത്തിലും മഹത്വം മഹാനുഭാവനുമായിരിക്കുന്ന അങ്ങേക്ക് നമോ നമസ്തേ. അങ്ങയുടെ ഈ രൂപം ശ്രേയോർത്തികളാൽ വൈദിക താന്ത്രിക യോഗമാർഗങ്ങളാലെല്ലാം ധ്യാനിക്കപ്പെടേണ്ടതാണ്, ചിന്തിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ ആരാധിക്കപ്പെടേണ്ടതാണ്. ഈജ്യം ഈ വിശ്വമൂർത്തിയായ അങ്ങയുടെ ഈ തനുവിൽ എല്ലാം കാണുന്നു. 3 ലോകങ്ങളെയും ഇതിൽ കാണുന്നു ഞങ്ങളോടുകൂടെ. അങ്ങ് തന്നെയാണ് ഈ ലോകമുണ്ടാവുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത്, അങ്ങ് തന്നെയാണ് മധ്യത്തിലുമുള്ളത്, അങ്ങ് തന്നെയാണ് ഈ ലോകം ഇല്ലാതായാലും അന്തത്തിലും ഉള്ളത്. അങ്ങ് ആരെയും ആശ്രയിക്കാതെ ആത്മതന്ത്രനായിരിക്കുന്നു. അങ്ങയിലാണ് എല്ലാം ഇരിക്കുന്നത്. അങ്ങ് തന്നെയാണ് എല്ലാറ്റിന്റെയും ആദിയും അന്തവും മധ്യവും. മണ്ണിൽ നിന്നുണ്ടായ കുടത്തിന്റെ ആദ്യത്തിലും മണ്ണ് തന്നെയാണ്, മധ്യത്തിലും മണ്ണ് തന്നെയാണ്, കുടമുടഞ്ഞാലും മണ്ണ് തന്നെയാണ് എന്ന പോലെ അങ്ങയുടെ സ്വകീയമായ മായ കൊണ്ട് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് അതിൽ അനുപ്രവേശം ചെയ്തിരിക്കുന്നു. മനീഷികളും വിപശ്ചിത്തുക്കളുമായിരിക്കുന്ന യുക്തന്മാരായ ആളുകൾ
അങ്ങയെ മനസ്സുകൊണ്ട് ഈ ഗുണവ്യവായത്തിലും അഗുണനായ അങ്ങയെ ദർശിക്കുന്നു. എപ്രകാരമാണോ ഇന്ധനത്തിൽ അല്ലെങ്കിൽ വിറകിൽ അഗ്നി വ്യാപിച്ചിരിക്കുന്നത്, എപ്രകാരമാണോ പശുവിൽ ക്ഷീരം ഇരിക്കുന്നത്, എപ്രകാരമാണോ ഭൂമിയിൽ അന്നവും ജലവും വ്യാപിച്ചിരിക്കുന്നത്, എപ്രകാരമാണോ ഉദ്യമത്തിൽ ഉപജീവനമാർഗം ഇരിക്കുന്നത്, അതുപോലെ യോഗം കൊണ്ട് അങ്ങയെ ഈ വിഷയങ്ങളിൽ ഗുണങ്ങളിൽ എല്ലാം വിവേകികൾ കാണുന്നു. ബുദ്ധ്യാ മനുഷ്യാഹ എന്താ പറയുക അധിയന്തി എന്ന് കവയഃ വദന്തി. അനുഭവസ്ഥരായ അറിവുള്ള കവികൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷനായ ഹേ പത്മനാഭ, അല്ലയോ നാഥ, എത്രയോ കാലമായി അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. ഇപ്പതാ അതിചിരേപ്സിതാർത്ഥം, അതിചിരമായി ഈപ്സിതാർത്ഥന്മാരായിരിക്കുകയാണ് ഞങ്ങള്. അങ്ങയെ കണ്ട് നിർവൃതിയെ പ്രാപിച്ചിരിക്കുന്നു. ഏതുപോലെ കാട്ടുതീയിനാൽ തപിക്കപ്പെട്ടതായിട്ടുള്ള ആനകൾ, ആനക്കൂട്ടം ഗംഗാസരസ് അല്ലെങ്കിൽ ഗംഗാ നദിയെ കാണുമ്പോൾ, ഗംഗാപ്രവാഹം കാണുമ്പോൾ എത്ര നിർവൃതിയെ പ്രാപിക്കുമോ, അതുപോലെയുള്ള ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പോയി ഇപ്പൊ നിർവൃതിയാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്തുതി തുടരുകയാണ്. ഈ 13-ാം ശ്ലോകം വരെയാണ് രാവിലെ വ്യാഖ്യാനിച്ചത്. തുടർന്ന് കാണാം. സത്വം വിതൽ സ്വാകില ലോകപാല വയം യദർത്ഥാസ്തവ പാദമൂലം സമാഗതാസ്തേ ബഹിരന്തരാത്മൻ കിം വാന്യവിജ്ഞാപ്യം അശേഷ സാക്ഷിണഃ. സത്വം വിതൽ സ്വാകില ലോകപാലാഃ വയം യദർത്ഥാസ്തവ പാദമൂലം സമാഗതാസ്തേ ബഹിരന്തരാത്മൻ കിം വാന്യവിജ്ഞാപ്യം അശേഷ സാക്ഷിണഃ. അപ്പൊ ഞങ്ങൾക്ക് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്, അതിനെ അങ്ങ് വേണ്ടതുപോലെ ചെയ്യുക എന്നാണ്. സത്വം വിതൽസ്വ, വിതൽസ്വ എന്ന് പറഞ്ഞാല് ചെയ്താലും സാധിച്ചാലും എന്നൊക്കെ അർത്ഥമാണ്. അതിനെ ധരിച്ചാലും എന്നും താല്പര്യം. അപ്പൊ സത്വം വിതൽസ്വ, അങ്ങ് വേണ്ടതുപോലെ. എന്തിനെ? വയം യദർത്ഥാഃ തവ പാദമൂലം സമാഗതാഃ. വയം ഞങ്ങള് യദർത്ഥാഃ എന്തിനു വേണ്ടിയാണോ, ഏതൊരു പ്രയോജനത്തിന് വേണ്ടിയാണോ, തവ പാദമൂലം സമാഗതാഃ അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്നത്, സമാഗതരായിരിക്കുന്നത്. ഞങ്ങൾ ആരാണ്? അഖില ലോകപാലാഹ വയം. വയം അഖില ലോകപാലാഹ. ഞങ്ങള് ലോകങ്ങളുടെ എല്ലാം പാലകന്മാരാണ്. പക്ഷെ ഞങ്ങൾ അശക്തരാണ്, അങ്ങയുടെ ഭൃത്യന്മാരാണ്. ഞങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ എന്തിനു വേണ്ടി അങ്ങയുടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്നുവോ ആ കാര്യത്തെ സഹത്വം വിതൽസ്വ, ആ കാര്യം അങ്ങ് സാധിച്ചു തന്നാലും. അങ്ങ് ആരാണ്? അങ്ങ് ബഹിരന്തരാത്മാവാണ്. എല്ലാവരുടെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപനാണ്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് അശേഷ സാക്ഷിണഃ, അശേഷ സാക്ഷിയുമാണ് അങ്ങ്. എല്ലാറ്റിന്റെയും സാക്ഷിയാണ്. എല്ലാം അങ്ങ് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങ് അറിയാതെ ഈ ലോകത്തില് സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് ഒരു കാര്യവും നടക്കുന്നില്ല. എല്ലാവരുടെയും ഉള്ളിൽ നടക്കുന്നതായിട്ട് വ്യാപാരങ്ങളെ, ചിന്തകളെ എല്ലാം അറിയുന്നവനാണ് അങ്ങ്. അന്തരാത്മാവാണ്. ബാഹ്യ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ബഹിരാത്മാവുമാണ്. അപ്പൊ അങ്ങയ്ക്ക് തേ കിം വാ അന്യവിജ്ഞാപ്യം, അന്യവിജ്ഞാപ്യം എന്ന് പറഞ്ഞാൽ അന്യേന വിജ്ഞാപ്യം, അന്യനാൽ വിജ്ഞാപനം ചെയ്യപ്പെടേണ്ടത്, വേറൊരാളാൽ അറിയിക്കപ്പെടേണ്ടത്.
വേറൊരാള് അങ്ങേക്ക് വന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അത് കിം വാ, എന്താണുള്ളത്? കാരണം എന്താ? അശേഷ സാക്ഷിയാണ്, എല്ലാവരുടെയും അകവും പുറവും നിറഞ്ഞിരിക്കുന്നവനാണ്. എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു, പുറത്തുള്ളത് കാണാൻ കഴിവില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ തെറ്റിപ്പോയി. പുറത്തുള്ളതിനും സാക്ഷിയാണ്, എല്ലാം കാണുന്നുണ്ട്. എല്ലാവരുടെയും അകവും പുറവും നിറഞ്ഞു നിന്ന് എല്ലാറ്റിനും സാക്ഷിയായിരിക്കുന്ന ഹേ സർവജ്ഞനായ ഭഗവാനെ, അങ്ങറിയാതെ ഈ ലോകത്തില് എന്തെങ്കിലുമുണ്ടോ? ആരുടെയെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ചിന്ത ഉണ്ടാവുന്നുണ്ടോ? ആ ചിന്തകൾക്കൊക്കെ അങ്ങ് ആദ്യമേ സാക്ഷി തന്നെയല്ലേ? അങ്ങറിയാതെ ബാഹ്യലോകത്ത് ഒരു പുൽക്കൊടി പോലും ചലിക്കുന്നുണ്ടോ? അപ്പോ അകവും പുറവും എവിടെ എന്ത് നടക്കുന്നു, സ്ഥൂലവും സൂക്ഷ്മവുമായിട്ട് ആ ശേഷത്തിനും സാക്ഷിയാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങേക്ക് അന്യവിജ്ഞാപ്യം കിം വാ, തേ വിജ്ഞാപ്യം അന്യേന വിജ്ഞാപ്യം കിം വാ, എന്താണ് ഇരിക്കുന്നത്? ഒരാളും ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്കറിയുന്ന കാര്യം തന്നെ വേറൊരാള് നമ്മളോട് പറയുമ്പോൾ നമുക്ക് മുഷിച്ചിലുണ്ടാകും. മതി മതി നിർത്തോടെ, ഇല്ല എനിക്കറിയാമെന്ന് നമ്മള് പറയും. ഇപ്പൊ നമുക്ക് അറിയുന്ന കാര്യം വേറൊരാൾ പറയേണ്ട കാര്യം ഇല്ല. കുട്ടികൾക്ക് വിശക്കുന്നു എന്നുള്ള കാര്യം അമ്മമാർക്കറിയാം, എന്നാലും കുട്ടികൾക്ക് അറിയും. അമ്മയെ വിശക്കണോ, ഭക്ഷണം തരും, സമയമായ ഭക്ഷണം കൊടുക്കണമെന്ന് അമ്മയ്ക്കറിയാം, എന്നാലും അത് കുട്ടികളുടെ സ്വഭാവമാണ്. അതുപോലെ അജ്ഞാനികളായിട്ടുള്ള നമ്മുടെ സ്വഭാവമാണ് ഈ കരയുക, ഭഗവാന്റെ അടുത്ത് കരയുക. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ എന്തിനു വേണ്ടി വന്നിരിക്കുന്നു, ആ കാര്യം അങ്ങ് സാധിച്ചു തരിക. അങ്ങയോട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഞങ്ങൾ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നതെന്ന്, കാരണം എല്ലാം അറിയുന്നവനാണ് അങ്ങ്. ഞങ്ങളുടെ അകവും പുറത്തും എല്ലാം നിറഞ്ഞിരിക്കുന്നു, എല്ലാറ്റിനും സാക്ഷിയാണ്. അഹം ഗിരിത്രശ്ച സുരാദയോയേ ദക്ഷാദയോഗ്നേരിവ കേതവസ്തേ കിം വാ വിദാമേശ പൃഥഗ്വിഭാദ വിദൽ സ്വശം നോ ദ്വിജദേവ മന്ത്രം. അഹം ഗിരിത്രശ്ച സുരാദയോ യേ ദക്ഷാദയോഗ്നേരിവ കേതവസ്തേ കിം വാ വിദാമേശ പൃഥഗ്വിഭാദ വിദൽ സ്വശം നോ ദ്വിജദേവ മന്ത്രം. അഹം ഗിരിത്രഃ ച സുരാദയഃ യേ ദക്ഷാദയഃ അഗ്നേഃ ഇവ തേ കേതവഃ കിം വാ വിദാമ. ഹേ ഈശ, അല്ലയോ ഈശ, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനെ ഭഗവാനെ, അഹം ഈ ഞാനും, ബ്രഹ്മാവാകുന്ന ഞാനും, ഗിരിത്രഃ ഗിരിത്രൻ ആ മഹാദേവൻ ശിവനും, അതുപോലെ സുരാദയഃ ദേവന്മാരും, ഏ ദക്ഷാദയഃ ദക്ഷാദികളാകുന്ന പ്രജാപതിമാരും ആരൊക്കെയുണ്ടോ അവരെല്ലാം അഗ്നേരിവ തേ കേതവഃ അഗ്നേഹേ കേതവഃ ഇവ വയമപി തേ കേതവഃ. അഗ്നേഹേ കേതവഃ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ കേതുക്കൾ, ധൂമകേതുക്കൾ, സ്ഫുലിംഗങ്ങൾ എന്നൊക്കെ അർത്ഥം. അപ്പൊ ഞങ്ങൾ അങ്ങ് അഗ്നി ആണ്, അങ്ങയിൽ നിന്നുണ്ടാകുന്ന സ്ഫുലിംഗങ്ങളെ പോലെയാണ് ദേവന്മാരായ ഞങ്ങളൊക്കെ. ദക്ഷ പ്രജാപതിയും മറ്റ് പ്രജാപതിമാരും ബ്രഹ്മാവും മഹാദേവനും മറ്റ് ദേവന്മാരും എല്ലാവരും അങ്ങയിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ സ്ഫുലിംഗങ്ങൾ മാത്രമാണ്, അങ്ങയുടെ അംശങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള ഞങ്ങൾ കിം വാ വിദാമ, ഞങ്ങൾ എന്തറിയാനാ? സർവജ്ഞനായ അങ്ങ് എവിടെ കിടക്കണു, അങ്ങയുടെ ഇംഗിതം എവിടെ എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും അറിയില്ല.
അതുകൊണ്ട് നിങ്ങൾ സ്വയം പ്രതിവിധി ചെയ്തുകൂടെ എന്ന് ഭഗവാൻ തിരിച്ചു ചോദിച്ചാൽ അതൊക്കെ ഞങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. ഞങ്ങൾ പരസ്പരം ആലോചിച്ചു നോക്കി, ഞങ്ങളെ കൊണ്ട് പ്രതിവിധി ചെയ്യാൻ കഴിഞ്ഞില്ല, മന്ത്രണമൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾക്ക് എന്തറിയാനാണ്, എന്താ വേണ്ടത് ഈ കാര്യത്തിൽ നിന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ടാണ് അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് വീണ്ടും ഞങ്ങളോട് തിരിച്ചുപോയി ഞങ്ങളുടെ പ്രയത്നം ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ടാവും പോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതിവിധി കാണിൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ നിരാശപ്പെടുത്തരുത്. ഞങ്ങൾ ഹെൽപ്ലെസ് ആണ്. കിം വാ വിദാമ, ഞങ്ങൾക്ക് എന്തറിയും? അതുകൊണ്ട് ഹേ ഈശ, അങ്ങാണ് ഈശൻ, ഞങ്ങളെയൊക്കെ ഭരിക്കുന്നവൻ. അങ്ങയിൽ നിന്ന് പൃഥക് വിവാദാഹ, ഈ സ്ഫുലിംഗങ്ങൾ അഗ്നിയിൽ നിന്ന് വേറിട്ട് പ്രകാശിക്കും പോലെ കുറച്ചു നേരം പ്രകാശിച്ചു കഴിഞ്ഞാൽ അവയ്ക്ക് നിലനിൽപ്പില്ല, അത് കരിഞ്ഞ് ചാരമായി വീഴും. അതുപോലെ പൃഥക് വിവാദാഹ വയം, ഞങ്ങൾ അങ്ങയിൽ നിന്ന് വേറിട്ട് അല്പം അംശമായിട്ട് അഹങ്കാരത്തോടു കൂടിയവരാകുന്നു, അല്പഭാവത്തോടു കൂടിയവരാകുന്നു, ദേഹാഭിമാനമുള്ളവരാകുന്നു എന്ന്. അതുകൊണ്ട് നഹ ശം വിദൽസ്വ, എങ്ങനെയുള്ള ദ്വിജദേവ മന്ത്രം. ദ്വിജദേവ മന്ത്രം, ദ്വിജന്മാർക്കും ദേവന്മാർക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ, വിചാരം ചെയ്യേണ്ട വിഷയത്തെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആകർഷകമായ കാര്യത്തെ അങ്ങ് തന്നെ തീരുമാനിച്ച് വിദൽസ്വ, എന്നിട്ട് ശം നഹ വിദൽസ്വ, നഹ ശം വിദൽസ്വ, ഞങ്ങൾക്ക് സുഖം നൽകിയാലും. ശം എന്നാൽ സുഖം. അപ്പോ എല്ലാവർക്കും സുഖകരമായ മാർഗത്തെ, ദേവന്മാർക്കും ദ്വിജന്മാർക്കും എല്ലാം സുഖം നൽകുന്നതായിട്ടുള്ള മാർഗത്തെ. ഇവിടെ ദ്വിജന്മാരെന്ന് പറഞ്ഞത് ദക്ഷാദി പ്രജാപതികൾ. പ്രജാപതിമാരൊക്കെ ദ്വിജന്മാരാണ്. ദേവന്മാര്, ഇന്ദ്രാദികള്, ബ്രഹ്മാവ്, മഹാദേവൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ദ്വിജദേവന്മാർക്ക് വേണ്ടതായിട്ടുള്ള ഉപദേശത്തെ, മന്ത്രത്തെ നൽകി ഞങ്ങൾക്ക് ശം, ഞങ്ങൾക്ക് മംഗളത്തെ, ഞങ്ങൾക്ക് സുഖത്തെ നൽകിയാലും, വിദൽസ്വ ചെയ്താലും. അപ്പൊ എന്താ വേണ്ടെച്ചാ അങ്ങ് പറയൂ, അങ്ങ് ഉപദേശിക്കൂ, അങ്ങ് പറയും പ്രകാരം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് സ്വയം ഇതിനുള്ള പോംവഴികളൊന്നും അറിയില്ല, ഒരു തരത്തിലുള്ള അറിവുമില്ല. അങ്ങ് വേണം എല്ലാം പറഞ്ഞു തരാനും ചെയ്യിക്കാനും. ഞങ്ങൾക്ക് അങ്ങനെ സുഖമുണ്ടാവണം, ഞങ്ങൾക്ക് ക്ഷേമമുണ്ടാകണം. ആ ക്ഷേമത്തിന് വേണ്ടിയതായിട്ടുള്ള പ്രവൃത്തി അങ്ങ് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ശരണം പ്രാപിച്ചിരിക്കുകയാണ്. അഹം ഗിരിത്രശ്ച സുരാദയോയേ ദക്ഷാദയോ അഗ്നേരിവ കേതവസ്തേ കിംവാ വിദാമേ സപൃഥക് വിവാദാഃ വിദൽസ്വശം നോ ദ്വിജദേവ മന്ത്രം. അങ്ങനെ ഇവരുടെ ഭഗവാനെ കണ്ടപ്പോഴുള്ള നമസ്കാരവും പ്രാർത്ഥനയും നിവേദനം കഴിഞ്ഞു. അതിന് ഭഗവാൻ മറുപടി കൊടുക്കുന്നതിനെ കുറിച്ച് ശ്രീ ശുകബ്രഹ്മർഷി തുടരുകയാണ്. ശ്രീശുകവാച ഏവം വിരിഞ്ചാതിവിരീഡിതസ്തദ്വിജ്ഞായ തേഷാം ഹൃദയം യദൈവ ജഗാദജീമൂതഗഭീരയാ ഗിരാ ബദ്ധാഞ്ജലീം സംവൃത സർവകാരകാൻ. ശ്രീശുക ഉവാച ഏവം വിരിഞ്ചാതിവിരീഡിതസ്തദ്വിജ്ഞായ തേഷാം ഹൃദയം യദൈവ ജഗാദജീമോദഗഭീരയാ ഗിരാ ബദ്ധാഞ്ജലീം സംവൃത സർവകാരകാൻ. ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ് പരീക്ഷിത് രാജാവിനോട്. ഏവം വിരിഞ്ചാദിഭിഃ ഈഡിതഃ തദ്വിജ്ഞായ തേഷാം ഹൃദയം യഥാ ഏവ. ഏവം ഇപ്രകാരം വിരിഞ്ചാദിഭിഃ ബ്രഹ്മാദിഭിഃ വിരിഞ്ചൻ മുതലായവരാൽ
ഈഡിതഃ ഈഡിതഃ സ്തുതിക്കപ്പെട്ടവനായിട്ട്, ഇപ്രകാരം സ്തുതിക്കപ്പെട്ടവനാണ്. ഏവം ഈഡിതഃ, ഇങ്ങനെ കഴിഞ്ഞ 8 ശ്ലോകങ്ങളെ കൊണ്ട് വീണ്ടും സ്തുതിക്കപ്പെട്ടു. അപ്പോ ആ ഭഗവാൻ തേഷാം ഹൃദയം യഥായേവ തദ് വിജ്ഞായ, തേഷാം ഹൃദയം, അവരുടെയൊക്കെ ഹൃദയത്തിലിരിപ്പ്, അവരെന്ത് സങ്കല്പിച്ചുകൊണ്ടാണ്, എന്താഗ്രഹിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്, എന്താണ് അവർക്ക് വേണ്ടത്? അവർക്ക് നഷ്ടപ്പെട്ട സർവ്വ ഐശ്വര്യവും തിരിച്ചു കിട്ടണം. അവരുടെ യൗവനമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, 3 ലോകങ്ങളിലുമുള്ള സർവ്വ ശ്രീയും നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർക്ക് അസുരന്മാരോട് പരാജയമുണ്ടായിരിക്കുന്നു, കൂട്ടത്തിൽ പലരും മരണം വരിച്ചിരിക്കുന്നു ദേവാസുര യുദ്ധത്തില്. ഇതിനൊക്കെ പ്രതിവിധിയാണ് അവരുടെ ഉള്ളില് അവർ ആഗ്രഹിച്ചു വന്നിരിക്കുന്നത്. അതാണ് തേഷാം ഹൃദയം, അവരുടെ ഹൃദയത്തിൽ യഥായേവ, എപ്രകാരമാണോ അവരുടെ ഉള്ളിരിപ്പ്, അത് വേണ്ടതുപോലെ വിജ്ഞായ, ശരിയായിട്ട് അറിഞ്ഞിട്ട്. തേഷാം തദ് ഹൃദയം വിജ്ഞായ, അവരുടെ ഹൃദയത്തിലിരിപ്പ് മനസ്സിലാക്കിയിട്ട്. യഥായേവ വിജ്ഞായ, ഉള്ളതുപോലെ മനസ്സിലാക്കിയിട്ട്. ഭഗവാന് തെറ്റിദ്ധാരണയൊന്നുമില്ല. നമുക്കാണ് തെറ്റിദ്ധാരണകളൊക്കെ, അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് വിപരീതം വിചാരിക്കും. കാരണം നമുക്ക് അജ്ഞാനത്തിന്റെ മറ ഉണ്ട്. ആ മറയ്ക്കപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നേരാമണ്ണം കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ വിപരീതമായിട്ടൊക്കെ കാണും. ഭഗവാനെ സംബന്ധിച്ച് അജ്ഞാനത്തിന്റെ ലേശം പോലും ഇല്ല, എവിടെയും മറയില്ല, ഒരിടത്തും കുണ്ഠതകളില്ലാത്തവനാണ്, വൈകുണ്ഠനാണ് എന്ന് പറഞ്ഞാലോ അല്പം പോലും അജ്ഞാനത്തിന്റെ മറയില്ലാത്തവൻ എന്നാണ്. അപ്പൊ ആ ഭഗവാൻ എല്ലാം അറിയുന്നവനാണ്, അത് വേണ്ടതുപോലെ മനസ്സിലാക്കി. എന്നിട്ടോ ജഗാദ ജീമൂതഗഭീരയാ ഗിരാ, ഭഗവാൻ ജഗാദ, ജഗാദ എന്ന് പറഞ്ഞാൽ ഗതിച്ചു, ഗതിക്കുക എന്ന് പറഞ്ഞാൽ പറയുക, ഗദ്യം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് ആണ്, പറയേണ്ടത്, പറയപ്പെട്ടത് എന്നൊക്കെ അർത്ഥത്തിൽ ഗദ്യം. അപ്പോ ജഗാദ ഗതിച്ചു, പറഞ്ഞു. എങ്ങനെ? ജീമൂതഗഭീരയാ ഗിര, ജീമൂതം എന്നാൽ മേഘം, മേഘഗംഭീരയ എന്ന് പറഞ്ഞാലോ ഇടിമുഴക്കം പോലെ എന്നർത്ഥമാണ്. മേഘഗംഭീരം എന്ന് പറഞ്ഞാല് ഗംഭീരമായിട്ടുള്ള മേഘത്തിന്റെ മുഴക്കമാണ് ഇടിമുഴക്കം, അല്ലെ? അപ്പൊ ഭഗവാന്റെ ശബ്ദം നല്ല ഗംഭീരം, ഘനഗംഭീരം. ആ ഘനഗംഭീരമായിട്ടുള്ള ഗിര വാക്കുകൊണ്ട് ഭഗവാൻ ജഗാദ, ആരോട്? ബദ്ധാഞ്ജലീൻ സംവൃത സർവകാരകാൻ, അവര് ബദ്ധാഞ്ജലികളായി നിൽക്കുകയാണ്, അഞ്ജലിബദ്ധം ചെയ്ത് നിൽക്കുകയാണ്, കൈകൾ കൂപ്പി വിധേയരായി നിൽക്കുകയാണ് ദേവന്മാര്. സംവൃത സർവകാരകാൻ, കാരകങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. നമ്മളെ കൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് കൊണ്ടാണ് കരണങ്ങൾക്ക് കാരകങ്ങൾ എന്നും പേര്. സർവകാരകാൻ സംവൃതം, എല്ലാ കാരകങ്ങളെയും അവർ നല്ലതുപോലെ സംവൃതമാക്കിയിട്ടുണ്ട്. സംവൃതം ആവൃതം തന്നെ, സമ്യക് വൃതം. ഇപ്പൊ പഞ്ചപുച്ഛമടക്കി എന്ന് പറയില്ലേ നമ്മള്, പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. രാജാക്കന്മാരുടെ അടുത്ത് ഭൃത്യന്മാർ പോയി നിൽക്കേണ്ടത് പഞ്ചപുച്ഛമടക്കിയിട്ട് പണ്ട്, അല്ലെ? പ്രഭുക്കന്മാരുടെ അടുത്ത്, യജമാനന്മാരുടെ അടുത്തൊക്കെ ഭൃത്യന്മാർ പോയി നിൽക്കുന്ന ഒരു ഭാവമുണ്ട്. പണ്ടൊക്കെ കോടതികളിൽ ജഡ്ജിന്റെ മുമ്പിലും ഒക്കെ അങ്ങനെയൊക്കെ നിൽക്കേണ്ടതുണ്ടായിരുന്നു. ജഡ്ജിന്റെ മുമ്പില് പണ്ട് വില്ലേജ് ഓഫീസർക്ക് പകരം അധികാരി എന്നാണ് പറയുക. അപ്പൊ അധികാരിയുടെ മുമ്പില്, തഹസിൽദാരുടെ മുമ്പില്, കളക്ടറുടെ മുമ്പില്, ഇവരുടെയൊക്കെ മുമ്പിൽ ചെന്നാൽ പണ്ടത്തെ ആൾക്കാർ നിൽക്കുന്ന ഒരു നിപ്പുണ്ട്, പഞ്ചപുച്ഛമടക്കിയിട്ട്. എന്ന് പറഞ്ഞാല് കണ്ണടയ്ക്കാൻ പറ്റില്ല, കണ്ണും ചെവിയും തുറന്നു പിടിക്കണം. ബാക്കിയുള്ള പുച്ഛം എന്ന് പറഞ്ഞാല് വിസർജനേന്ദ്രിയം എന്നുകൂടി അർത്ഥം. ശരീരത്തിൽ നിന്ന് ശ്വാസമൊക്കെ പുറത്തേക്ക് പോകുന്ന വഴികൾ. അപ്പൊ അത് 2 മൂക്ക്, 1 വായ, താഴെ 2 ദ്വാരം. അതിനൊരു നിൽപ്പുണ്ട് പ്രത്യേകമായിട്ട്, കാലം ഒരു പ്രത്യേക രീതിയിൽ പിണച്ചു വെച്ചൊരു നിൽപ്പുണ്ട്. അത് എന്താ പറയുക, വിസർജനേന്ദ്രിയത്തെയും പ്രത്യുൽപാദനേന്ദ്രിയത്തെയും അടക്കിക്കൊണ്ടുള്ളതായിട്ടുള്ളൊരു നിൽപ്പാണ്. അതോടൊപ്പം കൈകൊണ്ട്
2 മൂക്കും വായും പൊത്തിയിട്ട്. ഇതിലാണ് 5 ദ്വാരങ്ങളെ അടച്ചു പിടിച്ചിട്ടുള്ള നിൽപ്പാണ് പഞ്ചപുച്ഛമടച്ച് നിൽക്കുക. പണ്ടത്തെ ആൾക്കാരൊക്കെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പൊ അതൊരു നിൽപ്പാണ്. അതുപോലെ ഇവിടെ സർവകാരകങ്ങളെയും സംവൃത്തം, ഇങ്ങനെയാണ് ബഹുമാനത്തോടെ നിൽക്കേണ്ടത്. ഇന്നത്തെ കുട്ടികളോ ഇന്നത്തെ ചെറുപ്പക്കാരോ ഇന്നത്തെ ആളുകളോ എവിടെയെങ്കിലും ആരോടെങ്കിലും വല്ല ബഹുമാനമുണ്ടോ? ഈ ഗുരുക്കന്മാരിരിക്കുന്നതിനേക്കാൾ ഉയരത്തിൽ കയറിയിരിക്കും അല്ലേ? തന്നേക്കാൾ മുതിർന്നവരോ സ്ഥാനമാനങ്ങളെ കൊണ്ട് തന്നേക്കാൾ മുതിർന്നവരോ വിദ്യ കൊണ്ട് തന്നേക്കാൾ മുതിർന്നവരോ വയസ്സുകൊണ്ട് മുതിർന്നവരോ ആരെയും ഒരു തരത്തിലുള്ളതായിട്ടുള്ള ബഹുമാനവും ഇല്ലാതെ കാലിന്മേൽ കാലേറ്റിയിരിക്കുക അല്ലെ, കാലാട്ടിക്കൊണ്ടിരിക്കുക, ഒരു എന്താ പറയുക ബഹുമാന സൂചകമായിട്ടുള്ള ഒരു ഭാവവും ഇല്ലാതിരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് അറിയാം. സംസ്കാരമുള്ളവർ മര്യാദയ്ക്ക് ഇരിക്കും, അതൊരു സംസ്കാരമാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ഞങ്ങള് ഇങ്ങനെയൊക്കെ ജനാധിപത്യമുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ റൈറ്റ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെയൊക്കെ മുമ്പ് പോയിട്ട് അങ്ങനെയൊക്കെ ഈക്വാലിറ്റി കാണിക്കാൻ ധൈര്യപ്പെടുവോ? അവരുടെ കൂടെയുള്ള മന്ത്രിമാർക്ക് പോലും ധൈര്യമില്ല, IAS പഠിച്ച സെക്രട്ടറിമാർക്ക് ധൈര്യമില്ല. പിന്നെയാണോ സാധാരണ ഒരു സിറ്റിസൺ, ഒരു പ്രജ അല്ലേ? ഈ തമിഴ്നാട്ടിലെ ജയലളിത ഉണ്ടായിരുന്ന കാലത്ത്, മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സ്വന്തം പാർട്ടിയിലെ നേതാക്കന്മാർക്കോ മന്ത്രിസഭയിലുള്ള ആൾക്കാർക്കോ പോലും വലിയ സദസ്സുകളില് സീറ്റ് പോലും ഇട്ട് കൊടുക്കില്ല. ജയലളിത ഒറ്റയ്ക്കൊരു സിംഹാസനത്തിൽ ഇരിക്കും, ബാക്കി മന്ത്രിമാരും നേതാക്കന്മാരും ഒക്കെ വന്ന് നമസ്കരിക്കും കാൽക്കൽ. ഇപ്പോഴും ആ ജയലളിതയുടെ തോഴിയായിരുന്ന ശശികലയ്ക്ക് അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. ആ പാർട്ടിയിലുള്ള നേതാക്കന്മാര്, ശശികല ഈ പാർട്ടിയുടെ ഒരു കഷ്ണം കൊണ്ട് മാറിപ്പോയിട്ടുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ വന്ന് ഈ ശശികലയെ കാൽ വന്ന് നിരങ്ങി നമസ്കരിക്കുന്നത് കാണാം. അത്രയൊന്നും വേണ്ട, അത് കൂടുതലുമായി. അത് കണ്ടാൽ തന്നെ അറിയാം, അസഭ്യമായിട്ട് തോന്നും നമുക്ക്. അതൊരു ഉള്ളിലൊരു പരിഹാസമാണ് ശരിക്കും. അത്രയും വേണ്ട, വേണ്ടതുപോലെ ബഹുമാനിക്കുക. എല്ലാവരെയും ബഹുമാനിക്കണം. നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന ആര് അതിഥി വരുമ്പോഴും നമ്മളൊന്ന് എഴുന്നേറ്റ് എതിരേൽക്കുക എന്നുള്ളത് ഒരു മര്യാദയാണ്. ഇനി വളരെ പ്രായമായിട്ടുള്ളവർ, കൊച്ചുകുട്ടികൾ വരുമ്പോൾ എഴുന്നേറ്റ് എതിരേൽക്കേണ്ടതില്ല. അതുപോലെ ഗുരുക്കന്മാര് ശിഷ്യന്മാര് വരുമ്പോൾ എഴുന്നേറ്റ് എതിരേൽക്കേണ്ടതില്ല. അങ്ങനെ ഓരോ എന്താ പറയുക, നമ്മള് ഒരു ക്രമം വെക്കണം, പൂജക ക്രമം, ഒരു ഫോർമാലിറ്റി, ഒരു പ്രോട്ടോകോൾ എന്നൊക്കെ പറയാം. ഇവിടെ ദേവന്മാരുടെ നിൽപ്പിനെ സൂചിപ്പിച്ചതാണ് സംവൃത സർവകാരകാൻ. നല്ലതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി പിടിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ ബദ്ധാഞ്ജലിയായിട്ടുള്ള ഒരു നിൽപ്പ്. അത് അവരുടെ വിധേയത്വത്തെ, അവരുടെ ബഹുമാനത്തെ, അവരുടെ അനുസരണയെ കാണിക്കുകയാണ്. ഞങ്ങൾ എത്രയോ നിസ്സാരന്മാരാണ്, അങ്ങയുടെ വെറും അംശങ്ങളാണ്, അങ്ങയുടെ ദാസന്മാരാണ്, ഭൃത്യന്മാരാണ്, ഒന്നിനും കഴിവില്ലാത്തവരാണ്. അങ്ങ് ഞങ്ങളെ ആജ്ഞാപിച്ചാലും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചാലും എന്നുള്ള ഭാവത്തില് ശരണം പ്രാപിച്ചുള്ള ആ ഒരു നിൽപ്പ് സംവൃത സർവകാരകാൻ ബദ്ധാഞ്ജലീൻ. അവരോട് ജീമൂത ഗംഭീരയാ ജഗാത, മേഘഗംഭീരമായ ശബ്ദം കൊണ്ട് ഭഗവാൻ പറഞ്ഞു. ഏകയേവേശ്വരസ്തസ്മിൻ സുരകാര്യേ സുരേശ്വരഃ വിഹർത്തുകാമസ്ഥാനാഃ സമുദ്രോന്മഥനാദിഭിഃ. ഏകയേവേശ്വരസ്തസ്മിൻ സുരകാര്യേ സുരേശ്വരഃ വിഹർത്തുകാമസ്ഥാനാഃ സമുദ്രോന്മഥനാദിഭിഃ.
ഏക ഏവ ഈശ്വരഃ തസ്മിൻ സുരകാര്യേ. സുരേശ്വരഃ, ഭഗവാൻ സുരേശ്വരഃ, സുരാണാം ഈശ്വരഃ, സുരന്മാരെയൊക്കെ ഭരിക്കുന്നവൻ, നിയന്ത്രിക്കുന്നവൻ, ഈശിക്കുന്നവൻ. ആ സുരേശ്വരനായ ഭഗവാൻ ഏകഃ ഏവ തസ്മിൻ സുരകാര്യേ ഈശ്വരഃ, തസ്മിൻ സുരകാര്യേ, ആ ദേവന്മാരുടെ കാര്യം സാധിച്ചു കൊടുക്കുന്നതിൽ ഏക ഏവ ഈശ്വരഃ, ഒറ്റയ്ക്ക് തന്നെ ഈശ്വരനാണ്, ഒറ്റയ്ക്ക് തന്നെ ശക്തിയുള്ളവനാണ് താല്പര്യം. വേറെ ആരുടെയും സഹായമില്ലാതെ ഏകനായി സാധിക്കുന്നവനാണ് ഭഗവാൻ. ഒറ്റയ്ക്കൊന്ന് സങ്കല്പിച്ചാൽ മതി, ഇപ്പോഴുള്ള ദേവന്മാരുടെ എല്ലാ പ്രശ്നങ്ങളും സങ്കല്പം കൊണ്ട് തീർത്തു കൊടുക്കാൻ പറ്റും. സങ്കല്പം കൊണ്ട് ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച ഭഗവാന് ദേവന്മാരുടെ ഈ ഐശ്വര്യ നഷ്ടം, അവരുടെ യൗവന നഷ്ടം, ഇതൊക്കെ ഒറ്റ സങ്കല്പം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ. അതാണ് ഏകയേവ തസ്മിൻ സുരകാര്യേ ഈശ്വരഃ, ഒറ്റയ്ക്ക് സമർത്ഥനാണ്. എന്നിട്ടും വിഹർത്തുകാമഃ, ഭഗവാൻ എന്ത് ചെയ്തു? വിഹർത്തുകാമഃ, വിഹർത്തുകാമഃ, വിഹർത്തും കാമഃ, വിഹരിക്കുവാൻ ആഗ്രഹിക്കുന്നവനായിട്ട്, ഒന്ന് കളിക്കാൻ തീരുമാനിച്ചിട്ട് എന്നർത്ഥം. ഒരു ക്രീഡയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ട്. ഇത് തന്നെയാണ് ഭഗവാന്റെ ഈ സൃഷ്ടിയും ഒരു വിഹർത്തുകാമനായിട്ടുള്ള ഭഗവാന്റെ ക്രീഡ തന്നെയാണ്. ലീലയായിട്ട് ചെയ്തതാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ. അപ്പൊ അതിന്റെ മറ്റൊരു കളിയിലൊരു കളി അല്ലേ? സിനിമയില് സിനിമ, സ്വപ്നത്തിൽ സ്വപ്നം എന്നൊക്കെ പറയും പോലെ, നമ്മൾ ചിലപ്പോ സ്വപ്നം കാണാൻ കിടന്ന് നമ്മള് ആ സ്വപ്നത്തില് ചിലപ്പോ ഒരു സ്വപ്നം കണ്ടു എന്ന് തരും. സിനിമ കാണാൻ പോയ നമ്മൾ സിനിമയില് വേറൊരു സിനിമ കാണും. ചിലപ്പോ ആ നമ്മൾ കാണുന്ന സിനിമയില് കഥാപാത്രങ്ങൾ സിനിമ കാണുന്നു അല്ലെ? അങ്ങനെയൊക്കെ ഉണ്ടാവാം. എന്നതുപോലെ ഈ സൃഷ്ടിസ്ഥിതി സംഹാരം തന്നെ ഭഗവാന്റെ ഒരു വിഹാരമാണ്. അതിന്റെ ഉള്ളിൽ ഇനി പുതിയൊരു വിഹാരത്തിനും ആഗ്രഹിച്ചു ഭഗവാൻ, സങ്കൽപ്പിച്ചു. വിഹർത്തുകാമഃ, ഈ ദേവന്മാരെയും അസുരന്മാരെയും കൊണ്ടൊരു കളി കളിച്ചളയാം. എന്താ കളി? സമുദ്ര ഉന്മദനാദിഭിഹി എന്ന് പറയുന്നുണ്ട്. എന്താ ഭഗവാന്റെ കളിയുടെ ഏത് കളിയാണ്? ഫുട്ബോളോ ക്രിക്കറ്റോ ടെന്നീസോ ഒന്നുമല്ല. ഭഗവാൻ പുതിയൊരു കളി കളിക്കാൻ തീരുമാനിച്ചു. സമുദ്ര ഉന്മദനാദി, സമുദ്രത്തിന്റെ ഉന്മദനം, ആ സമുദ്രമഥനം എന്നുള്ളതായിട്ടുള്ള കളി കൊണ്ട് കളിക്കാൻ ആഗ്രഹിച്ച വിഹർത്തുകാമഃ താൻ ആഹ, താനാഹ, ആ ബദ്ധാഞ്ജലിയായി നിൽക്കുന്ന സമൃദ്ധ സർവകാരകന്മാരായി നിൽക്കുന്നതായിട്ടുള്ള ദേവന്മാരോട് ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ മൊഴിഞ്ഞു എന്നർത്ഥം. അപ്പോ ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ അങ്ങനെ ചെയ്തില്ല. ഇത് തന്നെയാണ് ഭഗവാൻ നമുക്കൊക്കെ അവസരം തന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളും ഭഗവാൻ ഒറ്റയ്ക്ക് തീർക്കാൻ ഒരു പ്രശ്നവുമില്ല. ഭഗവാൻ അനീശ്വരനല്ല, ഈശ്വരൻ തന്നെയാണ്. ഏക ഏവ ഈശ്വരഃ. എങ്കിലും നമുക്ക് അവസരം തന്നിരിക്കുകയാണ് ഭഗവാന്റെ കൂടെ കളിക്കാൻ, ഭഗവാൻ ഇഷ്ടമുള്ള രീതിയിൽ കളിക്കാൻ, ഭഗവാനെ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളും ഈ കളിയില് ഭാഗമാവാം. നമ്മുടെ ജീവിതമേ ഭഗവാൻ തന്നിട്ടുള്ള ഒരു ലീലയാണ്, ഒരു ക്രീഡയാണ്, ഒരു കളിയാണെന്ന് കരുതുക. ഭഗവാൻ നമ്മുടെ പുറകെ ഉണ്ട്, നമ്മളെ സഹായിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കളി കാണുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഫൗളൊന്നും കളിക്കരുത്. എല്ലാ ഫൗളും കാണുന്നവനാണ് ഭഗവാൻ. നേരായ രീതിയിൽ കളിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കളിക്കുക. ഓരോ കളിക്കും അതാത് നിയമങ്ങളുള്ളതുപോലെ ഇവിടെ ഈ ഗെയിം ഓഫ് ലൈഫ് അതിനും ഭഗവാൻ നിയമങ്ങൾ തന്നിട്ടുണ്ട്. അതാണ് സനാതനധർമ്മം, വർണ്ണാശ്രമധർമ്മം. ഈ കളിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കളിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ജീവിതമേ ഒരു കളിയാക്കി മാറ്റാം. അപ്പോൾ ഭഗവാൻ എല്ലാ ശക്തി ഉണ്ടായിട്ടും ഈ ലോകത്തെ നേരെയാക്കണമെങ്കിൽ ഭഗവാൻ വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട്, സങ്കല്പം കൊണ്ട് നേരെയാക്കാം. എന്നിട്ടും നമുക്ക് ചാൻസ് തന്നിരിക്കണം, നിങ്ങൾ കുറച്ച് എന്നെ സഹായിക്കും. നിങ്ങളെ സൂചിപ്പിച്ചില്ല, ഗോവർദ്ധനോദ്ധാരണം ഭഗവാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടും
കൂട്ടുകാരായ ഗോപന്മാർക്ക് അവസരം കൊടുത്തു. നിങ്ങളും കൂടി ഒരു കൈ താങ്ങുമോ? ഞാൻ ഒറ്റയ്ക്കല്ലേ ഇത് താങ്ങിക്കൊണ്ട് നിൽക്കണത്, എന്നെ ഒന്ന് സഹായിക്കൂ എന്ന് ഭഗവാൻ കൂട്ടുകാരോട് തമാശയായിട്ടാണെങ്കിലും പറഞ്ഞപ്പോൾ കൂട്ടുകാരും അത് ഏറ്റെടുത്ത് അവരവരുടേതായിട്ടുള്ള കയ്യിലുള്ള വടികളെ കൊണ്ടും സാമഗ്രികളെ കൊണ്ടും ആ എന്താ പറയുക ഗോവർദ്ധനത്തിന് താങ്ങുകൊടുത്തു നിന്നു അവരൊക്കെ. ഇതുപോലെ നമ്മളും നമ്മളാലാവും പോലെ ഭഗവാന്റെ ഈ ലീലയിൽ പങ്കാളികളാവാം. അപ്പോ ഏകയേവ ഈശ്വരസ്തസ്മിൻ സുരകാര്യേ സുരേശ്വരഃ വിഹർത്തുകാമഃ താനാഹ സമുദ്ര ഉന്മദനാദിഭിഃ. ഈ ഒരു ശ്ലോകം വളരെ നമ്മൾ ഉള്ളിൽ വെക്കണം. അപ്പോൾ ഇതെല്ലാം ഈ പാലാഴി മദനമേ ഭഗവാന്റെ ഒരു കളിയായിട്ട് നമുക്ക് കാണാം. കളിയില് അല്ലേ, നമ്മൾ കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ കുട്ടികൾ വളരെ സീരിയസ് ആയിരിക്കും. അവർക്ക് നമ്മളെ പോലെയുള്ള ഭാവം അല്ലല്ലോ. നമ്മൾ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ നമ്മൾ തോറ്റൊക്കെ കൊടുക്കും, വിട്ടുകൊടുക്കും, തോറ്റുകൊടുക്കും. കുട്ടികൾ തോറ്റുപോയാലോ അവർക്ക് സഹിക്കില്ല, അവർ കരച്ചിലോട് കരച്ചിലായിരിക്കും. നമ്മളോട് വന്ന് ശണ്ട കൂടും, നമ്മളെ ഇടിക്കും, കുത്തും. മേലിൽ കളിക്കാനില്ല എന്ന് പറഞ്ഞ കളി സാമഗ്രികളെയൊക്കെ അവർ വലിച്ചെറിയും. കുട്ടികളുടെ സ്വഭാവമാണ്. അപ്പൊ വലിയവര് കുട്ടികളുടെ കൂടെ കളിക്കുമ്പോൾ വിട്ടുകൊടുക്കണം, തോറ്റുകൊടുക്കണം. അവർ ജയിച്ചോട്ടെ, അല്ലെങ്കിൽ അവർക്ക് കളി പെട്ടെന്ന് മടുത്തു പോകും. എന്നതുപോലെ ഇവിടെ ഭഗവാനും ഈ ദേവന്മാരുടെ കൂടെ കളിക്കുന്നുണ്ട്. പിന്നിൽ നിന്നാ കളിക്കുന്നത്. ദേവന്മാർക്ക് കളിക്കാനുള്ള അവസരം കൊടുത്തുകൊണ്ട്. പക്ഷെ അവരിടയ്ക്കിടയ്ക്ക് തോറ്റ് പിന്മാറുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പിന്നെയും പ്രോത്സാഹിപ്പിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിടണ്ട, ഇനിയും കുറച്ചുകൂടി പണിയുണ്ട്, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്, എന്നാലേ കളി കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പുറകെയുണ്ട്. ഇപ്പോ ചിന്തിക്കുക, അതിമനോഹരമായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ സങ്കല്പം അത് തന്നെയാണ് ഈ പ്രപഞ്ചത്തിലും ഭഗവാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. തന്റെ വിഹാരമാണ് ഈ പ്രപഞ്ച നാടകം. വിഹർത്തുകാമഃ സോകാമയത ബഹുസ്യാം പ്രജാജേയേതി. അവൻ സങ്കൽപ്പിച്ചു ഞാൻ പലതായി തീരട്ടെ എന്ന്. അങ്ങനെ ഭഗവാൻ തന്നെ പലതായി തീർന്നു. അതാണ് ഈ പ്രപഞ്ചം. അതുപോലെ ഇവിടെ ഒരു വിഹർത്തുകാമഃ. ഇനി ഭഗവാൻ പറയുന്നു, താൻ ആഹ അവരോട് പറഞ്ഞു. ശ്രീ ഭഗവാനുവാച ഹന്ത ബ്രഹ്മൻ അഹോ ശംഭോ ഹേ ദേവാ മമ ഭാഷിതം ശൃണുതാവഹിതാ സർവേ ശ്രേയോ വസ്യാത് യദാ സുരാഃ. ശ്രീ ഭഗവാനുവാച ഹന്ത ബ്രഹ്മൻ അഹോ ശംഭോ ഹേ ദേവാ മമ ഭാഷിതം ശൃണുതാവഹിതാ സർവേ ശ്രേയോ വസ്യാത് യദാ സുരാഃ. ശ്രീ ഭഗവാനുവാച. ഭഗവാൻ തന്റെ ആ ഭഗവത് ഭാവത്തിൽ തന്നെ ഐശ്വര്യാദി പരിപൂർണനാണ് ഭഗവാൻ. ഇവിടെ പറയുകയാണ് ഹന്ത എന്നുള്ളത് ഹേ എന്നുള്ള അർത്ഥത്തിൽ തന്നെ ബ്രഹ്മാവിനെ സംബോധന ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കാനായിട്ട് ഹേയ് ഏയ് ബ്രഹ്മാവേ, ഹേ ബ്രഹ്മൻ, അഹോ ശംഭോ, ഹേ മഹാദേവ ശംഭോ, ഹേ ദേവാഹ അല്ലയോ മറ്റു ദേവന്മാരെ, മമ ഭാഷിതം ശൃണുത അവഹിതാഹ അവഹിതാഹ അവഹിതന്മാരായി എന്ന് പറഞ്ഞാൽ അടക്കത്തോടെ ശ്രദ്ധയോടെ എന്നർത്ഥം. ശ്രദ്ധയോടെ മമ ഭാഷിതം ശൃണുത എന്റെ വാക്കുകളെ ഞാൻ പറയുന്നതിനെ ശ്രവിക്കുവിൻ. സർവേ നിങ്ങൾ എല്ലാവരും എന്റെ വാക്കുകൾ ശ്രദ്ധയോട് കേൾക്കൂ. ഹേ സുരാഹ യഥാ വഹ ശ്രേയഃ സ്യാത് അല്ലയോ ദേവന്മാരെ, യഥാ എപ്രകാരമായാൽ എന്തു ചെയ്താലാണോ വഹ ശ്രേയഃ സ്യാത് നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവുക, ഈ കാര്യം ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുവിൻ എന്ന് എല്ലാവരുടെ ശ്രദ്ധയെയും ക്ഷണിച്ചിട്ട് പറയുകയാണ്. ഭഗവാനിതാ പറയാൻ തുടങ്ങുകയാണ്. യാത ദാനവദൈതേയൈഃ
താവത് സന്ധിർവിധീയതാം കാലേനാനുഗൃഹീതൈസ്തൈഃ യാവദ്വോ ഭവ ആത്മനഃ യാത ദാനവദൈതേയൈഃ താവത് സന്ധിർവിധീയതാം കാലേനാനുഗൃഹീതൈസ്തൈഃ യാവദ്വോ ഭവ ആത്മനഃ. അപ്പോ യാത യൂയം യാത, നിങ്ങൾ പോകുവിൻ. എവിടെ എന്ത് ചെയ്യാനാണ് പോകേണ്ടത്? ദാനവദൈതേയൈഃ താവത് സന്ധിഃ വിധീയതാം. ദാനവദൈതേയൈഃ, ദാനവന്മാരോടും ദൈതേയന്മാരോടും. ധനുവിന്റെ മക്കൾ ദാനവന്മാർ, ദിതിയുടെ മക്കൾ ദൈതേയന്മാർ. അപ്പൊ ധനുവിന്റെയും ദിതിയുടെയും മക്കൾ അസുരന്മാർ. രണ്ടു കൂട്ടരും അസുരന്മാരാണ്. അപ്പൊ അസുരന്മാരോട് താവത് ഇപ്പോൾ സന്ധിഃ വിധീയതാം, അവരുമായിട്ട് സന്ധിയെ ചെയ്യേണ്ടതാണ്, അവരുമായിട്ട് ഒന്ന് ഒത്തൊരുമിക്കേണ്ടതാണ്, കോംപ്രമൈസ് ചെയ്യേണ്ടതാണ്. താവത് എന്നാ പറഞ്ഞത്, ഇപ്പോ എന്നാണ് പറഞ്ഞത്. ഫോർ ദ ടൈം ബീയിങ് എന്നർത്ഥം. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ അസുരന്മാരുമായിട്ടൊരു സന്ധി ചെയ്യണം. എന്തുകൊണ്ട് അവരോട് സന്ധി ചെയ്യാൻ പറയണത്? കാലേന അനുഗൃഹീതൈഃ തൈഃ, അവര് ഇപ്പൊ കാലേന അനുഗൃഹീതരാണ്. ഇപ്പൊ അവർക്കാണ് കാലം അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അനുകൂലമായിരിക്കുന്നത്. രജസ്സും തമസ്സും വർദ്ധിച്ചിരിക്കുന്ന കാലമാണ്. അപ്പോ കാലത്തെ മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിനനുസരിച്ച് പെരുമാറുക. അവർക്ക് ബലമുള്ള കാലമാണ്, അവര് അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന കാലമാണ്, അവർക്ക് ഐശ്വര്യമുള്ള കാലമാണ്. നിങ്ങൾക്ക് ക്ഷീണമുള്ള കാലമാണ്. നിങ്ങൾ സാത്വികന്മാരാണ്, സത്വഗുണം ക്ഷയിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോ ആ രജസിനെയും തമസിനെയും നിങ്ങൾ ഇപ്പോ സന്ധി ചെയ്ത് കൂട്ടുപിടിച്ച് ഉപയോഗിച്ചുകൊണ്ട് സത്വത്തെ വളർത്തണം എന്നും കൂടി താല്പര്യം. സത്വഗുണത്തെ വളർത്താൻ ആ രജസിനെയും തമസിനെയും ഉപയോഗിക്കുക. ആ രജസ്സും തമസ്സും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കർമ്മം ഈശ്വരനായ ഞാൻ പറയുന്നതിനനുസരിച്ച്, എന്റെ സന്തോഷത്തിനനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനല്ലേ പറയണത്, സത്വഗുണം വർദ്ധിക്കും. അപ്പോ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവും. അതാണ് യാവത് വോ ഭവ ആത്മനഃ. അവിടെ യാവത് എപ്പോഴാണോ, എത്ര കാലമാണോ, ആത്മനഃ വഹ ഭവഃ, വഹ ആത്മനഃ യാവത് ഭവഃ, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിന്, സ്വരൂപത്തിന് അഥവാ സത്വഗുണത്തിന് യാവത് ഭവഃ, എപ്പോഴാണോ അഭിവൃദ്ധി ഉണ്ടാവുന്നത് അതുവരേക്ക്. അപ്പൊ സത്വഗുണം വർദ്ധിക്കുന്നത് വരെ നമ്മൾ രജസ്സും തമസ്സിനെയും വേണ്ട പോലെ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിലും ഇത് അപ്ലിക്കബിൾ ആണ്. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. അത് തന്നെയാണ് വേദം നമ്മളെ പഠിപ്പിക്കുന്നത്. ജനിക്കുമ്പോൾ നമ്മളെല്ലാം അജ്ഞാനികളായി ജനിക്കുന്നു, തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്നവരായി ജനിക്കുന്നു. ആ തമോ ഗുണത്തെ നമ്മൾ രജോ ഗുണം കൊണ്ട് ചെറുതാക്കുന്നു, തമസ് കുറച്ച് രജോ ഗുണത്തെ വർദ്ധിപ്പിക്കുന്നു. ആ രജോ ഗുണം തന്നെ ഈശ്വരാർപ്പണമായിട്ടുള്ള ജീവിതം കൊണ്ട് സാത്വികമായി മാറുന്നു. സത്വഗുണം വർദ്ധിച്ചു കഴിയുമ്പോൾ ഈ രജസിനെയും പതുക്കെ കുറച്ച് ഉപേക്ഷിക്കാം. പിന്നീട് നിർഗുണ അവസ്ഥയിലേക്ക്, ഗുണാതീതമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു ഇൻഡിവിജ്വൽ ലൈഫിലും നമ്മുടെ ഉള്ളിലും ആസുരിക ഭാവം വിജയിച്ചിരിക്കുന്ന കാലമുണ്ട് അല്ലെ? നമ്മളെ ആസുരികത കീഴ്പ്പെടുത്തിയിരിക്കുന്ന കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അപ്പോഴുള്ള നമ്മുടെ അവസ്ഥ വെച്ചുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ അപ്പോഴുള്ള സ്വധർമ്മം അനുഷ്ഠിക്കുക. ഏതാണോ അവിടുത്തെ സ്വധർമ്മം, നമ്മുടെ വാസനയ്ക്കനുസരിച്ചിട്ടുള്ള സ്വധർമ്മം, നമ്മുടെ ഗുണത്തിനനുസരിച്ചിട്ടുള്ള സ്വധർമ്മം, അത് ഈശ്വരാരാധനയാക്കി മാറ്റുക. അതിലൂടെ പതുക്കെ ഈ രജസ്സിനെയും തമസ്സിനെയും ജയിച്ച് സത്വഗുണം വർദ്ധിപ്പിക്കാം. അപ്പൊ അത് ഇൻഡിവിജ്വലി. ഇപ്പൊ ടോട്ടലി ഇവിടെ മൊത്തത്തില് ടോട്ടലി തമോ ഗുണവും രജോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന കാലമാണ്. അസുരന്മാരുടെ ജയം, അവർക്ക് അഭിവൃദ്ധി ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ അവരുടെ കൂടെ കൂടി തൽക്കാലം അല്ലെ? ഇപ്പൊ ലോകത്തിലും കലിയുഗം, തമോ ഗുണം വർദ്ധിച്ചിരിക്കുന്ന കാലം,
അപ്പൊ നമുക്ക് ഈ തമോ ഗുണത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ച് സംസ്കരിച്ച് അതിനെ രജോ ഗുണവും സത്വഗുണവുമാക്കി മാറ്റണം. അതാണ് പ്രാക്ടിക്കലി ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇവിടെ ഭഗവാൻ ദേവന്മാരോട് പറയുന്നത്. നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവുന്ന കാലം വരെ നിങ്ങൾ തൽക്കാലം അവരുമായിട്ട് സന്ധി ചെയ്യുവിൻ, അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യുവിൻ. അല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കാര്യം നടത്താനുള്ള ശക്തി ഇപ്പോ ഇല്ല. നിങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടില്ല, അതുകൊണ്ട് അവരെയും കൂടി കൂട്ടി. അതിന് ന്യായമൊക്കെ പറയണോന്നി. അരയോഭിഹി സന്ദേയാഹ സതി കാര്യാർത്ഥ ഗൗരവേ അഹിമൂഷികവത് ദേവാഹ ഹ്യർത്ഥസ്യ പദവീംഗതൈഹി. അരയോഭിഹി സന്ദേയാഹ സതി കാര്യാർത്ഥ ഗൗരവേ അഹിമൂഷികവത് ദേവാഹ ഹ്യർത്ഥസ്യ പദവീംഗതൈഹി. അരയഹ അപി ഹി സന്ദേയാഹ. ഹി എന്തെന്നാൽ, അല്ലെങ്കിൽ നിശ്ചയമായും അരയഹ അപി സന്ദേയാഹ, അരികളാണെങ്കിലും ശത്രുക്കളാണെങ്കിലും സന്ധി ചെയ്യേണ്ടതാണ്. എന്തിന്? കാര്യാർത്ഥ ഗൗരവേ സതി. കാര്യാർത്ഥം അത് ഗൗരവമായിട്ടുള്ളപ്പോൾ, നമുക്ക് കാര്യമായിട്ടുള്ള പ്രയോജനം നമുക്ക് വേണ്ടത് ഉള്ളപ്പോൾ, ഗൗരവമുള്ളപ്പോൾ സതി അരയഹ അഭിസന്ദേയാഹ. ശത്രുക്കളെ പോലും കൂട്ടുപിടിക്കേണ്ടി വരും. വലിയൊരു ആപത്ത് വന്നു അല്ലേ? നമ്മുടെ വീടിന് തീ പിടിച്ചു, അടുത്ത വീട്ടുകാരുമായിട്ട് നമ്മൾ ശത്രുതയിലാണ് എന്നും വഴക്കാണ്. എന്നാലും അവരെ തന്നെ വിളിച്ചാൽ വരുള്ളൂ, വേറെ ആരും ചിലപ്പോൾ അടുത്തുണ്ടാവില്ല. ഒന്ന് ഓടി വരണേ, ഒന്ന് ഓടി വരണേ, ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു പറഞ്ഞാൽ വന്ന് ആപത്തില് നമ്മളെ രക്ഷിക്കും. സന്ധിയാണ് അല്ലേ? നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റി ആശുപത്രിക്ക് പോകണം, അടുത്ത വീട്ടുകാർ ശത്രുക്കളാണെങ്കിൽ അവരുമായിട്ട് സന്ധി ചെയ്യാൻ നിവൃത്തിയുള്ളൂ. വല്ല വന്യമൃഗങ്ങൾ വന്നു, കള്ളന്മാർ വന്നു, ഒക്കെ എന്ത് വേണം? അയൽവാസികൾ ശത്രുക്കളാണെങ്കിലും അവരെ വിളിച്ച് കരയേണ്ടി വരും. നമ്മളും അങ്ങോട്ട് സഹായിക്കേണ്ടി വരും. അവർക്ക് വേണ്ടി വന്നാൽ ആപത്തിൽ പരസ്പരം സഹായിക്കണം. അപ്പൊ കാര്യ അർത്ഥഗൗരവേ സതി. കാര്യഗൗരവമുള്ളപ്പോൾ, കാര്യം സാധിക്കാനുള്ളപ്പോൾ തമ്മിലടിച്ചുകൊണ്ട് നശിക്കരുത്. ഇപ്പൊ തൽക്കാലം കോംപ്രമൈസ് ചെയ്യൂ. നിങ്ങൾ നിലനിന്നാലേ നിങ്ങൾക്ക് തമ്മിലടിക്കാനെങ്കിലും ഉണ്ടാവും അല്ലേ? ചുമരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റും. അതുകൊണ്ട് തൽക്കാലം മത്സരം വെടിയൂ, എന്നിട്ട് ശത്രുത വെടിഞ്ഞ് സന്ധി ചെയ്യേണ്ടതാണ്. ഏതുപോലെ? അഹിമൂഷികവത്. ഹേ ദേവാഹ, അല്ലയോ ദേവന്മാരെ, അഹിമൂഷികവത്. അഹി എന്നാൽ പാമ്പാണ്, മൂഷികൻ എന്നാൽ എലിയാണ്. മൂഷികനും എലിയും തമ്മിൽ, അല്ല പാമ്പും തമ്മിൽ എപ്പോഴും ശത്രുതയാണ്. അവർ തമ്മിൽ സന്ധി ചെയ്യാറൊന്നുമില്ല. പക്ഷേ പാമ്പാട്ടിയുടെ പിടിയിൽപ്പെട്ടാലോ? പാമ്പിനെ പാമ്പ് പിടുത്തക്കാര് പിടിച്ചൊരു കൂട്ടിലടച്ചു, ഒരു കൊട്ടയിലടച്ചു. അപ്പോ ആ പാമ്പ് പുറത്ത് ഒരു എലിയെ കണ്ടു. തന്നെ അടച്ചു വെച്ചിരിക്കുന്ന ആ കൊട്ടയുടെ ദ്വാരത്തിലൂടെ തന്റെ അടുത്ത് ഒരു എലി അപ്പുറവും ഇപ്പുറവും ചുറ്റിപ്പോകുന്നത് കണ്ടു. തന്റെ ഭാഷയിൽ അതിനെ വിളിച്ച്, ഒന്ന് സഹായിക്കണേ, ഒന്ന് സഹായിക്കണേ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല, ഞാൻ നിന്റെ കൂട്ടുകാരനായിരുന്നോളാം, നിനക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ സഹായിച്ചോളാം എന്നൊക്കെ വാഗ്ദാനം കൊടുത്ത് പതുക്കെ എലിയെ ആകർഷിച്ച് എലിയുടെ സിമ്പതിക്ക് പാത്രമായി ആ എലിയെ കൊണ്ട് ഈ കൂട് കടിച്ചു മുറിപ്പിച്ച് തനിക്ക് പുറത്തേക്ക് കടക്കാനുള്ള ദ്വാരമായി കഴിഞ്ഞാൽ പുറത്തേക്ക് കടക്കണം. പിന്നെ സന്ധിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ അതേ മൂഷികനെ തന്നെ ചാപ്പിടാം. അതാണ് ന്യായം. അഹിമൂഷിക ന്യായം. അതാണ് അഹിമൂഷികവത് എന്ന് പറഞ്ഞത്. പാമ്പും എലിയും തമ്മിലുള്ളതായിട്ടുള്ള സന്ധിയുടെ ഒരു ന്യായം, അഹിമൂഷിക ന്യായം. ഈ ന്യായം കൊണ്ട് നമുക്കും ആരോട് വേണമെങ്കിലും നമ്മുടെ ശത്രുക്കളെ തൽക്കാലം കൂട്ടുപിടിക്കാം. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ തന്നെയാണ്. ഇന്നലെ വരെ തെറി വിളിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് ഒന്നിച്ച് ഒരു പാർട്ടിയിൽ നിരക്കണം. നാളെ വീണ്ടും ഒരു ശത്രുക്കളാവാം. എല്ലാം അവരുടെ അധികാരത്തിന് വേണ്ടിയിട്ടാണ്.
സ്വന്തം നിലനിൽപ്പ് പാർട്ടി തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പല പാർട്ടികളും അഡ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജയിച്ച ഒരു സീറ്റെങ്കിലും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് എല്ലാവരും. അഹിമൂഷികവത് ജയിച്ചു കഴിഞ്ഞ് കുറച്ച് ഏതെങ്കിലും സാഹചര്യം കൊണ്ട് പാർട്ടി വലുതായാലോ മറ്റേ പാർട്ടിയെ വിഴുങ്ങാനുള്ള പ്രയത്നവും കൂടി ചെയ്യും. പരസ്പരം വിഴുങ്ങും അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാരുടെ പ്രസംഗമൊന്നും വിശ്വസിക്കേണ്ട. അവര് ഇന്നൊരാളെ കുറ്റം പറയും, നാളെ അവരുടെ തോളിൽ കൈയിട്ട് നടക്കും. ഇന്ന് നല്ലവരാണെന്ന് തോളിൽ കൈയിട്ട് നടക്കുന്നവരെ നാളെ ചീത്തയും വിളിക്കും. അതുകൊണ്ട് അവരുടെ വാക്കുകൾക്കൊന്നും ഒരു ആദർശവും വിലയും ഒന്നും ഇല്ല. സൗകര്യം പോലെ കൂട്ടുകൂടുകയാണ്. ഒരു ആദർശം വേണം. കൂട്ടുകൂടുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളതായിട്ടുള്ളൊരു വാല്യൂ ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് കൂട്ടുകൂടേണ്ടത്. നാരായണ ഇരിക്കട്ടെ, ചിന്തിക്കുക. അപ്പോ അറയോപി ഹി സന്ദേയാഃ സതി കാര്യാർത്ഥ ഗൗരവേ അഹിമൂഷികവദ്ദേവാഃ ഹ്യർത്ഥസ്യ പദവീംഗതൈഃ. അർത്ഥസ്യ പദവീംഗതൈഃ, അർത്ഥം പ്രയോജനം, പദവി സ്ഥാനം ഗതന്മാർ പ്രാപിച്ചവർ. അപ്പൊ ആ കാര്യം കാണണം എന്നുള്ള ആഗ്രഹമുള്ളവർ, ആർക്കാണോ കാര്യം കാണേണ്ടത് അവര് എന്താ പറയാ, ഇവരെ തമ്മിൽ സന്ധി ചെയ്യേണ്ടതാണ്. അല്ലാതെ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ശണ്ട കൂടിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പിന്നെ കാര്യം കഴിഞ്ഞിട്ടോ അർത്ഥസ്യ പദവീം ഗതൈഹി, കാര്യം കണ്ടുകഴിഞ്ഞാൽ എന്നും അർത്ഥം. അർത്ഥസ്യ പദവീം ഗതന്മാരെന്ന് പറഞ്ഞാൽ കാര്യം കണ്ടുകഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാം? പിന്നെ അഹിമൂഷികവത്, പാമ്പ് മൂഷികനെ ശാപ്പിടും പോലെ നിങ്ങളും ആ ശത്രുക്കളോടായിട്ടുള്ള സന്ധിയെ വെടിഞ്ഞോളൂ, ഉപേക്ഷിച്ചോളൂ, വർജിതവ്യം, വർജനം ചെയ്യാം എന്ന് താല്പര്യം. അപ്പൊ കാര്യം കാണാൻ വേണ്ടി ആദ്യം കൂട്ടുകൂടുക, കാര്യം കഴിഞ്ഞാലോ ഉപേക്ഷിക്കാം. അമൃതോത്പാദനേ യത്നഃ ക്രിയതാം അവിളംബിതം യസ്യ പീതസ്യ വൈ ജന്തുഃ മൃത്യുഗ്രസ്തോ അമരോ ഭവേത്. അമൃതോത്പാദനേ യത്നഃ ക്രിയതാം അവിളംബിതം യസ്യ പീതസ്യ വൈ ജന്തുഃ മൃത്യുഗ്രസ്തോ അമരോ ഭവേത്. അമൃതോത്പാദനേ യത്നഃ ക്രിയതാം അവിളംബിതം. അവിളംബിതം, വിളംബം കൂടാതെ, കാലതാമസം കൂടാതെ അമൃതം ഉൽപ്പാദിപ്പിക്കുവാനുള്ള യത്നം നിങ്ങളാൽ ചെയ്യപ്പെടട്ടെ. യസ്യ പീതസ്യ വൈ ജന്തുഃ. എന്താ അമൃതവും നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്നാണെങ്കിൽ, യസ്യ പീതസ്യ, ഏതൊരു അമൃതം പാനം ചെയ്യപ്പെട്ടാൽ ജന്തുഃ മൃത്യുഗ്രസ്തഃ അപി അമരഃ ഭവേത്. എല്ലാ ജന്തുക്കളും ജനിച്ചവരാണ്, അതുകൊണ്ട് തന്നെ മൃത്യുവിനാൽ ഗ്രസിക്കപ്പെട്ടവരാണ്. അല്ലെ, ജാതസ്യ ഹി ധ്രുവോ മൃത്യുഃ. ജനിച്ചപ്പോ തന്നെ മൃത്യുവിനാൽ ഗ്രസിക്കപ്പെട്ടവരാണ്. മൃത്യുവിന്റെ വായിലേക്കാണ് നമ്മളൊക്കെ ജനിച്ചു വീണിരിക്കുന്നത്. അങ്ങനെ മൃത്യുഗ്രസ്തരായിട്ടുള്ള ജന്തുക്കൾ അമരഃ ഭവേത്, അമരന്മാരായി ഭവിക്കും, മരണമില്ലാത്തവരായി തീരും. അപ്പൊ അമൃതം കുടിച്ചാൽ നിങ്ങൾക്ക് മരണമുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കാലതാമസം കൂടാതെ അമൃതോത്പാദനത്തിനുള്ള യത്നം ഉടനെ ആരംഭിച്ചാലും വേണ്ട യത്നം ചെയ്യൂ എന്ന് പ്രേരിപ്പിക്കുകയാണ്. എന്താ, എങ്ങനെയാണ് ഈ അമൃതം ഉൽപ്പാദിപ്പിക്കുക, എവിടുന്നാണ് ഈ അമൃതം കിട്ടുക? ഭഗവാൻ തന്നെ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനാണ് ഇവിടുത്തെ എന്താ പറയുക പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നതും അതിന്റെ പ്രൊമോട്ടറും അല്ലെ, അതിന്റെ എല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ആശയമാണ്. ക്ഷിപ്ത്വാ ക്ഷീരോദദൗ സർവാവീരുതൃണലദൗഷധീഃ മന്ധാനം മന്ധരം കൃത്വാ നേത്രം കൃത്വാ തു വാസുകീം. ക്ഷിപ്ത്വാ ക്ഷീരോദദൗ സർവാവീരുതൃണലദൗഷധീഃ
മന്ദാനം മന്ദരം കൃത്വാ നേത്രം കൃത്വാ തു വാസുകിം. അപ്പോ അമൃതമദനത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ക്ഷീരോദതൗ, ക്ഷീര ഉദതിയിൽ, പാൽക്കടലിൽ എന്ത് ചെയ്യണം? സർവാ വീരുതൃണ ലതൗഷധീഹി ക്ഷിപ്വ, സർവാഹ എല്ലാ തരത്തിലുള്ളതും ആയിട്ടുള്ള വീരുത്ത്, തൃണങ്ങള്, ലതകള്, ഔഷധികള്. അപ്പൊ പലതരത്തിലുള്ളതായിട്ടുള്ള വീരുത്തുക്കൾ എന്ന് പറഞ്ഞാൽ വൃക്ഷം പോലെയുള്ള സസ്യങ്ങളാണ് വീരുത്തുക്കള്. അതുപോലെ തൃണങ്ങൾ, പുല്ലിന്റെ വർഗങ്ങൾ, അതുപോലെ ലതകൾ, വള്ളികൾ, ഔഷധികൾ, അതുപോലെ ഔഷധച്ചെടികൾ, ഇവയെല്ലാം ക്ഷിപ്വ, ക്ഷേപണം ചെയ്തിട്ട് പാലാഴിയിലേക്ക് ഈ പറഞ്ഞതായിട്ടുള്ള സസ്യജാലങ്ങൾ, ഔഷധികളെയൊക്കെ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് എന്ത് ചെയ്യണം? മന്ദാനം മന്ദരം കൃത്വ, മന്ദര പർവ്വതത്തെ മന്ദാനം കൃത്വ, മന്ദാനം കടകോല്, അപ്പൊ കടകോലാക്കി മന്ദര പർവ്വതത്തെ ചെയ്ത് വാസുകിം നേത്രം കൃത്വ, വാസുകിയെ ഇവിടെ നേത്രം എന്ന് പറഞ്ഞാല് നയിക്കുന്നത്, പിടിച്ചു വലിക്കാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥത്തില് കയറ്. അപ്പോ കയറായിട്ട്, നേത്രമായിട്ട് വാസുകി എന്ന സർപ്പത്തെ ഉപയോഗിക്കണം. വാസുകിയെ കയറായിട്ട് ഈ മന്ദരത്തിൽ കെട്ടി കടകോല് പോലെയാക്കി കടയണം. തുടർന്ന് സഹായേന മയാ ദേവ നിർമ്മന്ദധ്വം അതന്ത്രിതാഹ ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യായൂയം ഫലഗ്രഹാഹ. സഹായേന മയാ ദേവ നിർമ്മന്ദധ്വം അതന്ത്രിതാഹ ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യായൂയം ഫലഗ്രഹ. അപ്പൊ ഇത് ദേവന്മാരിങ്ങനെ സംശയത്തോടെ നിൽക്കണം. മുഖത്തൊരു ചുളിവുണ്ട്. എന്താണ് അവരുടെ സംശയം? അല്ല, അസുരന്മാരെ കൂട്ടുകൂടിയിട്ട് നമ്മൾ ഒന്നിച്ച് അമൃതമദനം ചെയ്താലും ആ അമൃതം വന്നു കഴിഞ്ഞാൽ അവരും അത് അനുഭവിക്കൂലോ, അവർക്കും കിട്ടൂലോ. അല്ലെങ്കിൽ അവർ ഞങ്ങളെക്കാൾ ശക്തരായതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ചിലപ്പോൾ തട്ടിപ്പറിച്ച് ഞങ്ങൾക്ക് തരാതെയും ഇരിക്കാം. ദുർബലരായിട്ടുള്ളവരുടെ ശങ്കയാണത്. അപ്പൊ അങ്ങനെ ശങ്കിച്ചു നിൽക്കുമ്പോ ഭഗവാൻ പറയണ, പേടിക്കണ്ട, ഞാൻ ഉണ്ട് കൂടെ. മയാ സഹായേന, എന്റെ സഹായത്തോടുകൂടെ. ഹേ ദേവ, അല്ലയോ ദേവന്മാരെ, യൂയം അതന്ത്രിതാഹ നിർമ്മന്ദധ്വം. അതന്ത്രിതാഹ, തന്ത്ര കൂടാതെ, മടി കൂടാതെ, ആലസ്യം കൂടാതെ നല്ല ഉഷാറായിട്ട് കടഞ്ഞോളൂ. നിർമ്മന്ദധ്വം, മന്ദനം ചെയ്യുക, കടയുക, മദനം ചെയ്യുക. അപ്പൊ നിങ്ങൾ നല്ലതുപോലെ കടഞ്ഞോളൂ, ധൈര്യമായിട്ട് കടഞ്ഞോളൂ. എന്താ, ഞാനില്ലേ കൂടെ? എന്താ ഞാൻ ചെയ്യുക അവിടെ നിന്നിട്ട്? ക്ലേശഭാജോ ഭവിഷ്യന്തി ദൈത്യാഹ, ദൈത്യാഹ ക്ലേശഭാജഃ ഭവിഷ്യന്തി. അസുരന്മാര് ഇതിന്റെ ക്ലേശം മാത്രം ഭജിക്കുന്നവരായി തീരും. എന്നുവെച്ചാൽ ഇതിന്റെ കഷ്ടങ്ങളൊക്കെ അവർക്ക്, ക്ലേശങ്ങളൊക്കെ അവർ അനുഭവിച്ചോട്ടെ. യൂയം ബലഗ്രഹാഹ, അത് ഞാൻ ഗ്യാരണ്ടി, എന്റെ ഗ്യാരണ്ടി, ഭഗവാന്റെ ഗ്യാരണ്ടി അല്ലേ? മോഡീസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ പറയണ യൂയം ഫലഗ്രഹാഹ, നിങ്ങൾ ഫലത്തെ ഗ്രഹിക്കുന്നവരായിരിക്കും, നിങ്ങൾക്കായിരിക്കും ഫലം. മറ്റവർക്ക് വെറും ക്ലേശം മാത്രമേ അവർ അനുഭവിക്കുള്ളൂ, അവർ ഫലം കിട്ടില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരുമോ, അവർ ശക്തരായിത്തീരുമോ, അവർ തട്ടിപ്പറിക്കുവോ, ഇത്യാദി ശങ്കകളൊക്കെ വെടിഞ്ഞോളൂ. ഞാനില്ലേ കൂടെ, ഞാൻ വേണ്ടത് ചെയ്തോളാം. നിങ്ങൾക്ക് മാത്രമേ ആ അമൃതം അനുഭവിക്കാൻ പറ്റുള്ളൂ, മറ്റവർക്ക് അതിന് അധ്വാനം മാത്രം ബാക്കി. യൂയം തദനുമോദധ്വം യദിച്ഛന്തി അസുരാസുരാഃ ന സംരംഭേണ സിദ്ധ്യന്തി സർവേർത്താ സാന്ത്വയാ യഥാ. യൂയം തദനുമോദധ്വം യദിച്ഛന്തി അസുരാസുരാഃ ന സംരംഭേണ സിദ്ധ്യന്തി സർവേർത്താ സാന്ത്വയാ യഥാ. അപ്പൊ യൂയം തത് അനുമോദധ്വം യദിച്ഛന്തി അസുരാഃ. അസുരാഹ കഴിഞ്ഞിട്ടുള്ള സുരാഹ എന്നുള്ളത് ദേവന്മാരെ സംബോധന. ഹേ സുരാഹ, അല്ലയോ ദേവന്മാരെ, അസുരാഹ യദിച്ഛന്തി, അസുരന്മാർ എന്താഗ്രഹിക്കുന്നുവോ, യൂയം തത് അനുമോദധ്വം, നിങ്ങളത് അനുമോദിക്കുവിൻ, അനുവദിച്ചു കൊടുക്കുവിൻ. എന്ന് വെച്ചാൽ പാലാഴി മദനത്തിന്റെ ഇടയ്ക്ക് പല സംഭവങ്ങളും ഉണ്ടാവും. അപ്പൊ തുടക്കം തൊട്ട് തന്നെ വേണമെങ്കിൽ പറഞ്ഞാല്
ഇവർ പറയും ഞങ്ങൾ പാമ്പിന്റെ തലയെ പിടിക്കുള്ളൂ എന്ന് പറയും. നിങ്ങൾ വാശി പിടിക്കരുത്, അനുമോദിച്ചു കൊടുക്കൂ. അത് കഴിഞ്ഞ് ആ പാലാഴി മദന സമയത്ത് പലതും അതിൽ നിന്ന് പൊങ്ങി വരുമ്പോ അസുരന്മാരത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ വിട്ടുകൊടുക്കൂ. അതിനോട് നിങ്ങൾ മത്സരിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് മറക്കരുത്. അമൃതം കിട്ടുന്നത് വരെ മദനം നടക്കണം. ഏതെങ്കിലും നിസ്സാര വസ്തുക്കളുടെ പുറകെ നിങ്ങൾ ശണ്ട കൂടിക്കൊണ്ടുപോയാൽ പ്രോജക്റ്റ് അവതാളത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ നിൽക്കേണ്ട. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അസുരന്മാർ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചാൽ വിട്ടുകൊടുക്കുക. എന്നിട്ട് അമൃത മദനം തുടരുക. അത് കഴിഞ്ഞ് അമൃതം കഴിച്ച ശേഷം നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് സൂചന. ഈ നഷ്ടപ്പെട്ടതൊക്കെ എന്തെങ്കിലുമൊക്കെ അസുരന്മാര് കയ്യൂക്ക് കാണിച്ച് പിടിച്ചെടുത്താലും നിങ്ങൾ വിട്ടുകൊടുക്കുക. അമൃത മദനത്തിന് ശേഷം, അമൃതം കഴിച്ച ശേഷം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പിടിക്കാം. അതുകൊണ്ട് ഇടയ്ക്ക് കയറി നിങ്ങൾ അല്പത്തരം കാണിക്കരുത്, ശണ്ട കൂടരുത്. നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഭഗവാൻ വളരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യണം അവര്. അപ്പോ അസുരാഹ യതിച്ചന്തി യൂയം തദനുമോദത്വം. ഹേ സുരാഹ ന സംരംഭേണ സിദ്ധ്യന്തി സർവേർത്താഹ സാന്ത്വയാ യഥ. സാന്ത്വ എന്ന് പറഞ്ഞാൽ സാന്ത്വനം. അത് എന്താ പറയുക, സാമം എന്നുള്ള ഭാവമാണ് സാന്ത്വനം. കോംപ്രമൈസിനെയാണ് ഇവിടെ സാന്ത്വനം എന്ന് പറയുന്നത്. അപ്പൊ സാമമെന്ന ഉപായം നല്ല രീതിയിൽ പെരുമാറിക്കൊണ്ടുള്ളതായിട്ടുള്ള, കോംപ്രമൈസോട് കൂടിയതായിട്ടുള്ള, അഡ്ജസ്റ്റ്മെന്റുകളോട് കൂടിയതായിട്ടുള്ള ആ ഉപായമാണ് സാന്ത്വയ എന്ന് പറയുന്നത്. അപ്പൊ സാന്ത്വയ യഥാ സർവാഹ അർത്ഥാഹ ന സിദ്ധ്യന്തി സംരംഭേണ. സംരംഭം എന്ന് പറഞ്ഞാല് കോപം, കലഹം, യുദ്ധം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ഇവിടെ സംരംഭേണ, നിങ്ങൾ തമ്മിൽ കലഹിച്ചാല് ഒരു കാര്യവും നടക്കില്ല. കാര്യം നടക്കണോ, കോംപ്രമൈസ് ചെയ്യണം. അപ്പൊ സാന്ത്വയ യഥാ, ആ സാമഭാവത്തിൽ സർവേ അർത്ഥാഹ യഥാ സിദ്ധ്യന്തി, എല്ലാ കാര്യങ്ങളും സാധിക്കും കോംപ്രമൈസ് ചെയ്താല്. എന്നാൽ സംരംഭേണ തഥാന സിദ്ധ്യന്തി, പരസ്പരം കലഹിച്ചാൽ, യുദ്ധം ചെയ്താൽ, ക്രോധം കൊണ്ട് ഒന്നും അത് നടക്കില്ല. അതുകൊണ്ട് ക്രോധമരുത്, സാമഭാവം വേണം, സമബുദ്ധിയോടുകൂടി പെരുമാറണം, നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യുവിൻ, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യുവിൻ. കാര്യം കണ്ട ശേഷം നമുക്ക് പിന്നെ വേണമെങ്കിൽ അപ്പൊ ക്രോധമൊക്കെ പ്രകടിപ്പിക്കാം. ഇപ്പൊ ഭഗവാൻ നല്ല എന്താ പറയുക, രാഷ്ട്രതന്ത്രങ്ങള്, ഡിപ്ലോമസി ഒക്കെ പഠിപ്പിക്കുകയാണ് ദേവന്മാർക്ക്. യൂയം തദനമോദധ്വം യതിച്ഛന്ത്യസുരാസുരാഃ ന സംരംഭേണ സിദ്ധ്യന്തി സർവേർത്താഃ സാന്ത്വയാ യഥാ ന ഭേദവ്യം കാളകൂടാത് വിഷാദ് ജലധി സംഭവാത് ലോഭകാര്യോ നവോ ജാതു രോഷകാമസ്തു വസ്തുഷു. ന ഭേദവ്യം കാളകൂടാത് വിഷാദ് ജലധി സംഭവാത് ലോഭകാര്യോ നവോ ജാതു രോഷകാമസ്തു വസ്തുഷു. ഭഗവാൻ പറയുന്നു, ജലധി സംഭവാത് കാളകൂടാത് വിഷാദ് ന ഭേദവ്യം. ന ഭേദവ്യം എന്ന് പറഞ്ഞാൽ ഭയപ്പെടരുത് എന്നർത്ഥമാണ്. ഭേദവ്യം എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ടതാണ്. ന ഭേദവ്യം, ഭയപ്പെടരുത്. എന്തിൽ നിന്ന്? കാളകൂടാത് വിഷാദ്, കാളകൂട വിഷത്തിൽ നിന്ന്. അത് എവിടുന്നാ വരുന്നത്? ഇപ്പൊ എന്താ കാളകൂടത്തെയൊക്കെ കുറിച്ച് പറയണത്? ഒരു സംബന്ധമില്ലാതെ എന്നാണെങ്കിൽ സംബന്ധമൊക്കെ ഉണ്ട്. എന്താണ്? ജലധി സംഭവാത്. പാലാഴി മദനം ചെയ്യുമ്പോഴേ അതിൽ നിന്ന്, ജലധിയിൽ നിന്നേ കാളകൂട വിഷം പൊങ്ങി വരും. ഭഗവാൻ ആദ്യമേ നോട്ടീസ് കൊടുക്കുകയാണ്, വാണിംഗ് കൊടുക്കുകയാണ്. അല്ലെ, എന്നെ വഴിക്ക് പോകുമ്പോ വളവും തിരിവും ഗട്ടറുകളും ഹമ്പും അല്ലേ എല്ലാം ഉണ്ടാവും. അവിടെയൊക്കെ വളരെ ജാഗ്രതയോടുകൂടി പോണം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പൊക്കോളൂ എന്ന് വഴി കാണിച്ചു കൊടുക്കുമ്പോലെ ഭഗവാൻ പറയണ്, പാലാഴി മദനം ആരംഭിക്കുമ്പോ അതിൽ നിന്ന് കാളകൂട വിഷം പൊങ്ങി വരും, ഭയപ്പെടുകയൊന്നും വേണ്ട, ഞാനില്ലേ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയാണ്. മുൻകൂറായിട്ട് നോട്ടീസും കൊടുക്കണം, കാളകൂടം വരും എന്ന്. പിന്നെ പറയണു, ലോഭ കാര്യോ നവോ ജാതു.
ജാതു ലോഭ ന കാര്യ, ജാതു ഒരിക്കലും എന്നർത്ഥം. ലോഭ ഗ്രീഡ് ഉണ്ടാവാൻ പാടില്ല. ഓരോരോ വസ്തുക്കൾ കാണുമ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന്റെ പുറകെ പോകരുത്. ലോഭമുണ്ടാകരുത്. കാമഹ രോഷഹ വഹ ജാതു ന കാര്യ. അതുപോലെ കാമവും രോഷവും, കാമം ക്രോധം, ഇതും നിങ്ങൾക്കൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ കാമക്രോധങ്ങളോ ലോഭമോ ഇല്ലാതെ വേണം നിങ്ങൾ പ്രവർത്തിക്കാനായിക്കൊണ്ട്. വെച്ചാൽ ഓരോ വസ്തുക്കൾ പൊങ്ങി വരുമ്പോ ഈ ഭാവങ്ങളൊന്നും വികാരങ്ങളൊന്നും ഉണ്ടാവാതെ ശാന്തരായി സമഭാവനയോടെ അസുരന്മാരെന്ത് വേണമെന്ന് പറഞ്ഞാലും അത് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി നിങ്ങളുടെയാണ് കാര്യം സാധിക്കേണ്ടത്, ലക്ഷ്യം അമൃതമാണ് എന്ന് മറക്കാതെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് ചെയ്തോളൂ. ഒരു തരത്തിലുള്ള കാമമോ രോഷമോ ലോഭമോ ഇല്ലാതെ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീശുക ഉവാച ഇതി ദേവാൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമഃ തേഷാം അന്തർധതേ രാജൻ സ്വച്ഛന്ദഗതിരീശ്വരഃ. ശ്രീശുക ഉവാച ഇതി ദേവാൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമഃ തേഷാം അന്തർദധേ രാജൻ സ്വച്ഛന്ദഗതിരീശ്വരഃ. ശ്രീശുക ഉവാച, ശുക ബ്രഹ്മർഷി തുടരുകയാണ്. കാരണം ഇത്രയും നേരം ഭഗവാൻ ഉവാച, ഭഗവാന്റെ വാക്കുകളായിരുന്നു. ഇനി ശുകൻ ഇന്റർവ്യൂ ചെയ്യുന്നു. ഇതി ഇപ്രകാരം ദേവാൻ സമാദിശ്യ ഭഗവാൻ പുരുഷോത്തമഃ. ആ പുരുഷോത്തമനായ ഭഗവാൻ ദേവന്മാരോട് സമ്യക്കായി ആദേശം ചെയ്തിട്ട്, നന്നായി ഉപദേശിച്ചിട്ട്, തേഷാം അന്തർദതേ രാജൻ, തേഷാം അവരുടെ മുമ്പിൽ അവർ നോക്കി നിൽക്കേ തന്നെ എന്നൊക്കെ അർത്ഥം. ഹേ രാജൻ, അല്ലയോ പരീക്ഷിത് രാജാവേ, അന്തർദതേ അന്തർദാനം ചെയ്തു. അവരുടെ മുമ്പിൽ തന്നെ ഭഗവാൻ അന്തർദാനം ചെയ്തു. സ്വച്ഛന്ദഗതി ഈശ്വര. ഭഗവാൻ ആരാണ്? സ്വച്ഛന്ദഗതിയാണ്. സ്വതന്ത്രമായി എവിടേക്കും പോകാൻ, എങ്ങനെ വേണമെങ്കിൽ പോകാൻ, ഗമിക്കാൻ കഴിയുന്നവനും ഈശ്വരൻ, എല്ലാറ്റിനും സമർത്ഥനുമാണ്. അപ്പൊ ഭഗവാന് അന്തർദാനം ചെയ്യാനോ എവിടേക്കെങ്കിലും പോകാനോ ഒരു പ്രയാസവും ഇല്ല. അങ്ങനെ ആ ഈശ്വരനായ ഭഗവാൻ, സ്വച്ഛന്ദഗതിയായ ഭഗവാൻ ഇവരുടെ മുമ്പിൽ അന്തർദാനം ചെയ്തു, ഇവരെ ആദേശം ചെയ്തിട്ട്. ഇനി അവര് എന്ത് ചെയ്തു, ദേവന്മാരൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതാണ് 27-ാം ശ്ലോകം മുതൽ പറയുന്നത്. നമുക്ക് നാളെ രാവിലെ കാണാം. നാളെ രാവിലെ കുറച്ചു നേരം ക്ലാസ് എടുക്കാം, ഈ അധ്യായം തീർക്കാം. നാളെ വൈകിട്ട് ദേവീ മഹാത്മ്യ പാരായണം പാലക്കാട്. അപ്പോൾ എല്ലാവരും നേരിൽ വരാൻ പറ്റുന്നവരൊക്കെ വരിക, പറ്റിയാൽ ഓൺലൈൻ ചെയ്യാം. ഹരി ഓം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. നാളെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി. അതെ, നാളെ 4 PM. 4 PM എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 4:30 ആയിന്ന് വരും. എല്ലാവരും വന്ന് ചേർന്ന് സെറ്റായി 4 മണിന്ന് വെക്കുന്ന അതിനാണ്. ഹരിയോ.